بسم الله الرحمن الرحيم. وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ച പോലെ നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാവരും നോട്ടുകൾ എഴുതണം. വാക്കുകൾ നമ്മൾ പറയുമ്പോൾ, കാരണം ഓരോ വാക്കുകൾക്കും നമ്മൾ പലതരത്തിലുള്ള അർത്ഥങ്ങളും വിശദീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിച്ചാൽ അതെന്താവും, നമുക്ക് ഗുണം ചെയ്യും ഭാവിയിൽ, കേട്ടോ. ഇപ്പം ഖുർആൻ നമ്മളിപ്പോ ഇത്രയും എഫേർട്ട് എടുത്ത് പഠിക്കുന്നുണ്ടല്ലോ, ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ആ പഠിക്കുന്നത് നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, വെറുതെ ഒരു ക്ലാസ് കേട്ട് ലെക്ചർ കേട്ട് ഇങ്ങനെ പോകുന്നതിന് പകരം ഒരു അല്പം എഫേർട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ നോട്ടുകളും ഒക്കെ എഴുതി പോവുകയാണെങ്കിൽ അത് ഗുണം ചെയ്യും. കാരണം ഏതായാലും ഈ 1.5 മണിക്കൂറൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഒന്ന് പ്രിപ്പയർ ആയിട്ട് ഇരുന്ന് വീഡിയോയുടെ ഒക്കെ മുമ്പിൽ വന്ന് ഒരു കസേരയും ടേബിളും ഒക്കെ ഇട്ടിരുന്ന് ഒരു നോട്ട്ബുക്ക് പേനൊക്കെ കയ്യിൽ വെച്ചിരുന്ന് എഴുതുന്നതാണ് അതിന്റെ ഒരു ഭംഗി. ഇനി അതിന് സാധിക്കാത്ത ആളുകളാണ്, സാധിക്കാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ അതാണ് അതിന്റെ ഒരു ഭംഗി. ഏത് ക്ലാസ്സിലും നിങ്ങൾ ഫീസൊക്കെ കൊടുത്ത് അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സുകളിൽ വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കയറ്റൂല, അല്ലെ? ഇവിടെ നമ്മൾ ആ വക നിബന്ധന ഒന്നും വെച്ചിട്ടില്ല, ഫീസും വെച്ചിട്ടില്ല. വളരെ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ടാണ് ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെതായ ഒരു റെസ്പെക്ട് ഇതിന് കൊടുക്കുന്നതാണ് എന്നോട് ചെയ്യാവുന്ന ഒരു നന്ദി എന്ന് പറയുന്നത്, കേട്ടാ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് എന്നോട് ചെയ്യാവുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ് എന്ന് പറയണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഇനിയിപ്പോ വീഡിയോ ഓൺ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളൊരു പ്രോപ്പർ സ്ഥലത്ത് വന്നിരുന്ന് അതൊക്കെ എഴുതി പഠിക്കുകയൊക്കെ ആണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു സംഗതിയായിരിക്കും, ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമ്മൾ സൂറത്തുൽ കഹ്ഫിലെ 14-ാമത്തെ ആയത്തിലേക്കാണ് പോകുന്നത്. 14-ാമത്തെ ആയത്ത് ചിലപ്പോൾ ഒരു പക്ഷെ ഇന്നത്തെ കൊണ്ട് തീർന്നോളണമെന്നില്ല. തീർന്നിട്ടില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകും, അല്ലെങ്കിൽ മിക്കവാറും നമുക്ക് ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കാം. ഇപ്പൊ 7:15 1 മണിക്കൂർ കൊണ്ട് തീർത്തും പൂർത്തിയാക്കാൻ ശ്രമിക്കാം, ഇൻഷാ അല്ലാഹ്. ആദ്യം ഇതിന്റെ അർത്ഥം, വാക്കർത്ഥം ഒന്ന് പറഞ്ഞു പോകാം, എന്നിട്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. വറബത്ന അലാ ഖുലൂബിഹിം. റബത്ത എന്ന് പറഞ്ഞാല് ബന്ധിക്കുക, ഒരു സംഗതിയെ കെട്ടിയിടുക, അതിനാണ് റബത്ത എന്ന് പറയാ, കേട്ടാ. വറബത്ന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നാം കെട്ടിയിട്ടു. അതിന് നമ്മളിപ്പോ ശരിക്കും ആ വാക്കർത്ഥം അങ്ങോട്ട് പറഞ്ഞു പോവാണ്. പക്ഷെ വിശദീകരണത്തിൽ എന്താണ് ആ കെട്ടിയിടുക, അല്ലെങ്കിൽ അല എന്ന് പറഞ്ഞ എന്തിനാ? ശരിക്കും റബത്ത ഖുലൂബഹും എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ അർത്ഥം പൂർത്തിയായി. പക്ഷെ എന്തുകൊണ്ട് അല പറഞ്ഞു, അതൊക്കെ നമ്മൾ പറയാം. അപ്പോ അവരുടെ ഹൃദയത്തെ നാം ബന്ധിച്ചു. ഇത് കാമു, അവർ എഴുന്നേറ്റ് നിന്ന അതേ സന്ദർഭത്തിൽ, എഴുന്നേറ്റ് നിന്നപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം, എഴുന്നേറ്റ് നിന്ന അതേ സന്ദർഭത്തിൽ എന്നും പറയാം. ഫഖാലു, എന്നിട്ട് അവർ പറയുകയും ചെയ്ത ആ സന്ദർഭത്തിൽ എന്താ പറഞ്ഞത്? റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് റബ്ബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്. റബ്ബിന് വിശാലമായ അർത്ഥമുണ്ട്. രക്ഷിതാവ്, യജമാനൻ, നാഥൻ, പരിപാലകൻ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ അറിയാം. മാസ്റ്റർ, ലോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. പക്ഷെ ലോഡ് ഒന്ന് പ്രയോഗിക്കാതിരിക്കലാണ് നല്ലത്.
മാസ്റ്റർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന് ഒരു വാക്കർത്ഥമായിട്ട് പറയാൻ നല്ലത്. ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ യജമാനൻ അല്ലെങ്കിൽ രക്ഷിതാവ് എന്നൊക്കെ പറയാം. അപ്പൊ റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളുടെ നാഥനാണ് ആകാശഭൂമികളുടെ നാഥൻ. തിരിച്ചാണ് ശരിക്ക് പറയേണ്ടതെന്ന് നമുക്ക് തോന്നും, പക്ഷെ ഇങ്ങനെ പറഞ്ഞതിന് വേറൊരു ഉദ്ദേശമുണ്ട് കേട്ടോ. അത് നമുക്ക് വിശദീകരിക്കാം. ലൻ നദുഅ, ഞങ്ങൾ ഒരിക്കലും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല, ദുആ ചെയ്യുകയില്ല, മിൻ ദൂനിഹി, അവനെ കൂടാതെ, ഇലാഹൻ, മറ്റൊരു ഇലാഹിനെയും, അവനെ അല്ലാതെ മറ്റൊരു ഇലാഹിനെയും ഞങ്ങൾ ഒരിക്കലും വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല. ലഖദ് ഖുൽന ഇദൻ, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ. എങ്ങനെ? അവനെ കൂടാതെ മറ്റൊരു ഇലാഹിനെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇദൻ ശഫഫ, ഞങ്ങൾ പറഞ്ഞത് വലിയ അബദ്ധമാണ്, വിഡ്ഢിത്തരമാണ്, സ്റ്റുപ്പിഡിറ്റിയാണ്, നോൺസെൻസ് ആണ്. ശഫഫ എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തരം അല്ലെങ്കിൽ അബദ്ധം, പരമമായ അക്രമം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിന് അർത്ഥം പറയാം. ശതത. ഓക്കെ, അതാണ് അതിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ, ഒരു വാക്കർത്ഥം. ഇനി ഇവിടെ ഈ ആയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഇലാഹ് എന്നുള്ളതാണ്. ആരാണ് ഇലാഹ്? കണ്ടാ, റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദുഅ മിൻ ദൂനിഹി ഇലാഹൻ, അവനെ കൂടാതെ മറ്റൊരു ഇലാഹിനെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്ന് അവർ പറയുമ്പോൾ ആ ഇലാഹാണ് ഈ ആയത്തിന്റെ ഒരു അണ്ടർലൈൻ തീം എന്ന് പറയുന്നത്. ശരിക്കും ഇലാഹിന്റെ അർത്ഥം വലഹ അല്ലെങ്കിൽ അലിഹ, ഈ രണ്ട് അതിന്റെ റൂട്ടായിട്ട് വന്ന ഒരു പദമാണ്. അതായത് ഒരു അഭയം പ്രാപിക്കുക. അതായത് നമ്മൾ ശരിക്കും ഒരു പേടി മുഖേനയോ അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വിപത്ത് കാരണമായിട്ടോ നമുക്ക് ബാധിച്ചിട്ടുള്ള ഒരു മാനസികമായ സംഘർഷമൊക്കെ കാരണമായിട്ട് മറ്റൊരു ശക്തിയെ നമുക്ക് ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി, ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി അതിലേക്ക് നമ്മൾ ആശ്രയിക്കുന്നതിനും അതിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള ഒരു ശക്തിക്കാണ് ഇലാഹ് എന്ന് പറയാം. മനസ്സിലായോ? രണ്ട് മീനിങ് ആണ് അതിൽ പ്രധാനമായിട്ട്. ഒന്ന് ആരാധിക്കുക, രണ്ട് അനുസരിക്കുക. ടു ബി വർഷിപ്ഡ് ആൻഡ് ഒബെയ്ഡ് എന്നുള്ളതാണ്. എല്ലാ ഇലാഹുകളെയും സാധാരണഗതിയിൽ ചില ആളുകൾ വർഷിപ്പ് ചെയ്യും, ആരാധിക്കും, പക്ഷെ അനുസരിച്ചോളണമെന്നില്ല കേട്ടോ. അതിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ മുസ്ലിങ്ങളിൽ തന്നെ ചില ആളുകൾ ജുമക്ക് പള്ളി പോവും, റമദാനിൽ നോമ്പെടുക്കും, അതെന്താ? ആരാധനയാണ്. പക്ഷെ കച്ചവടത്തില് അനുസരിക്കൂല അള്ളാഹുവിനെ. അപ്പൊ ആരാധിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ്, പക്ഷെ അനുസരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമാണ്. അപ്പൊ ഇലാഹ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ പെട്ടതാണ് നമ്മൾ ആരാധിച്ചാൽ മാത്രം പോരാ, കൽപ്പനകൾ അനുസരിക്കുകയും കൂടി ചെയ്യണം. ഉദാഹരണത്തിന് അള്ളാഹു തന്നെ സൂറത്തുൽ ജാസിയയില് ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാഹു, സ്വന്തം ഇച്ഛയെ, സ്വന്തം മനസ്സിന്റെ ഇച്ഛകളെ, കൽബിന്റെ ഇച്ഛകളെ ഇലാഹാക്കി സ്വീകരിച്ചവനെ താങ്കൾ കണ്ടുവോ എന്ന് അള്ളാന്റെ റസൂലിനോട് അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്. അവിടെ ഇച്ഛ, ഹവ എന്ന് പറയുന്ന സംഗതി, ഇച്ഛ ഇലാഹാവുന്നത് എപ്പോഴാ? സ്വന്തം ഇച്ഛയെ, സ്വന്തം മനസ്സിനെ, സ്വന്തം മനസ്സിൽ നമുക്ക് തോന്നുന്ന ആഗ്രഹങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്ന ആ സംഗതിക്കാണ് എന്ത് പറയാ? ഇലാഹായിട്ട് സ്വന്തം ഹവയെ തീരുമാനിക്കുക എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ പിന്നെ ഫിർഔൻ പറയുന്നതായിട്ട് സൂറത്ത് അൻആമിലാണോ, ഏതായാലും ഫിർഔന്റെ ഒരു വാചകം ഉദ്ധരിക്കുന്നുണ്ട്. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, മാ അലിംതു ലക്കും, നിങ്ങൾക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹ്, എന്നെ കൂടാതെ മറ്റൊരു ഇലാഹ് ഉള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് ആര് പറയുന്നുണ്ട്? ഫിർഔൻ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഫിർഔൻ അന്നത്തെ കാലത്ത് ഇലാഹായിരുന്നോ? അതായത് അന്നത്തെ കാലത്ത് ഫിർഔന്റെ കാലത്തെ ആ കിബത്തികള് അവര് ആരാധിച്ചിരുന്നത് ഒരു സൂര്യനെയാണ്, സൺ ഗോഡിനെയാണ് അവര് ആരാധിച്ചിരുന്നത്. അപ്പൊ ഇവിടെ ഫിർഔൻ പറയുന്നത് എന്താ? എന്നെ കൂടാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല എന്ന് ഫിർഔൻ പറയുമ്പോ
ആ ഉദ്ദേശിക്കുന്നത് എന്താ? എന്നെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. നിങ്ങളുടെ ഇബാദത്ത്, നിങ്ങൾ ആരാധിക്കുന്നത് ഈ ദൈവത്തിന്, സൂര്യദേവനെ ആരാധിച്ചോ? സൂര്യദേവനെ നിങ്ങൾ ആരാധിച്ചോ? പക്ഷെ അനുസരിക്കേണ്ടത് ആരെയാ? എന്നെയാണ്. അപ്പൊ ഇലാഹ് എന്നുള്ള പദത്തില് എന്തുണ്ട്? രണ്ടും ഉൾച്ചേർന്നിട്ടുണ്ട്, ആരാധനയും അനുസരണവും. ടു ബി വർഷിപ്ഡ് ആൻഡ് ടു ബി ഒബൈഡ്. ഇത് രണ്ടും അള്ളാഹുവിന് കൊടുക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ യഥാർത്ഥ ഇലാഹായിട്ട് സ്വീകരിക്കുക. എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നത്, 5 നേരം നമസ്കരിക്കുന്നത്, നോമ്പെടുക്കുന്നത്, മറ്റെല്ലാ പ്രാർത്ഥിക്കുന്നതും ഒക്കെ അള്ളാഹുവിനോടാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അതേ അള്ളാഹുവിന്റെ കൽപ്പനകളാണ് ജീവിതത്തിൽ അനുസരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാചകത്തിന്റെ പൂർണ്ണമായ അർത്ഥം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ എന്നർത്ഥം. കേട്ടാ? ഓക്കെ. ഈ മറ്റൊരു സംഗതി, വലഹക്ക് നമ്മൾ പറഞ്ഞല്ലേ, ഇലാഹ്, വലഹ അല്ലെങ്കിൽ അലിഹ, അതിന് ഒരു സ്നേഹം എന്നൊരു അർത്ഥമുണ്ട്. സ്നേഹം. ഈ സ്നേഹത്തിന് അറബി ഭാഷയിൽ ഒരുപാട് പദങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ പദമാണ് ഹുബ്. അതിന്റെ അവസാനം ആ സ്നേഹം നമ്മളെ അധികമായിട്ട്, അതായത് നമ്മൾ പറഞ്ഞല്ലോ അറബി ഭാഷ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഖുർആൻ അറബി ഭാഷയിൽ അള്ളാഹു അവതരിപ്പിച്ചത് എന്ന് നമ്മൾ കഴിഞ്ഞ ഈ പല സന്ദർഭങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഭാഷയുടെ സമഗ്രതയും അതിന്റെ ഒരുപാട് അർത്ഥതലങ്ങളും. അപ്പം ഈ വലഹ എന്നുള്ള പദത്തില് ഒരു ഡിഗ്രി ഓഫ് ലവ് ഉണ്ട്. ആ ലവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ആ അള്ളാഹുവിനെ നമ്മൾ ഇലാഹാക്കി കഴിഞ്ഞാൽ, ആ ഇലാഹിനെ നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ആ ഇലാഹിൽ നിന്ന് വരുന്ന പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ ഒന്നും നമുക്കൊരു വേദന ഉളവാക്കുന്നതാകില്ല. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ സ്നേഹത്താൽ നമ്മൾ വേദന മറക്കുന്ന ഒരവസ്ഥയ്ക്ക് ഇലാഹ് എന്ന് പറയും. ഒന്നുകൂടെ ഞാൻ പറയാം. സ്നേഹം കൊണ്ട്, സ്നേഹം അധികരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ നമ്മൾ ഇലാഹ് എന്ന അർത്ഥത്തിൽ നമ്മുടെ സ്നേഹം അള്ളാഹുവിനോട് പൂർണ്ണമായി കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്ക് വേദന ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മറ്റേ പാടിയില്ലേ, ഭ്രാന്തായാൽ എന്ത് രസം അല്ലെ, സക്കറാത്തുൽ മൗത്ത് എന്ത് സുഖം എന്നൊക്കെ പറഞ്ഞില്ലേ? അതെ, സൂഫി, ഒരു തരം സൂഫി അവസ്ഥയ്ക്കാണ് ആ പറയുന്നത്. എന്തുകൊണ്ടാ? സ്നേഹ അതുപോലെ, അതായത് ഗർഭസ്ഥ ശിശു എത്ര ഉപദ്രവിച്ചാലും ഉമ്മാക്ക് വേദന എടുക്കുമല്ലോ അല്ലെ? ചവിട്ടലും കുത്തലും കുതറലും ഒക്കെ ഗർഭസ്ഥ ശിശുവിന്റെ ഒരു ഒരു പ്രകൃതിയാണ്, ഒരു പ്രകൃതിപരമായിട്ട് അത് ഉണ്ടാവും. പക്ഷെ ഒരു മാതാവിന് അത് പ്രയാസമായിട്ട് തോന്നോ? ഇല്ലല്ലോ. അപ്പൊ അതുപോലെ അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്ക് പൂർണ്ണമായി കഴിഞ്ഞാൽ, യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ അള്ളാഹു ഇലാഹാകുമ്പോ, ആ ഇലാഹിൽ നിന്ന് വരുന്ന പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ നമുക്കൊരിക്കലും വേദന തോന്നുന്നില്ല, ആവൂല. ദുഃഖം ഉണ്ടാവും. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ടുണ്ട്. എപ്പോ? മകൻ മരിച്ചപ്പോ. ഇബ്രാഹിം മരിച്ചപ്പോ, ഇബ്രാഹിം എന്ന് പറയുന്ന പുത്രൻ മരിച്ചപ്പോ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നപ്പോ ആളുകൾ ചോദിച്ചു, അള്ളാന്റെ റസൂല് താങ്കൾ കരയണോ? താങ്കൾ അള്ളാന്റെ പ്രവാചകനല്ലേ? താങ്കൾക്ക് അള്ളാഹിനെ കുറിച്ച് അറിയാലോ. യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നത് മരിപ്പിക്കുന്നതൊക്കെ അള്ളാഹ്ക്ക് അറിയാലോ, താങ്കൾക്ക് അറിയാലോ. പിന്നെ എന്തിന് കരയുന്നു എന്ന് ചോദിച്ചപ്പോ റസൂല് പറഞ്ഞ മറുപടി ഉണ്ട്. അതെന്താണ്? നമ്മള് മനുഷ്യരാണ്, നമുക്ക് അൽ ഐനു തദ്മ, അൽ ഐനു തദ്മ വൽ ഖൽബു യഹ്സൻ. കണ്ണുകൾ കണ്ണുനീര് വീഴ്ത്തും, കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകും. വൽ ഖൽബു യഹ്സൻ, ഹൃദയം ദുഃഖിക്കും. പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യുർളി റബ്ബന, നമ്മൾ ഒരിക്കലും പറയില്ല, നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താത്ത ഒരു വാചകവും പറയില്ല. ചെറിയ കുഞ്ഞുങ്ങളുടെയൊക്കെ റൂഹ് പിടിച്ചു കഴിയുമ്പോൾ, ഇപ്പോ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇന്ത്യയിൽ ഒരു വലിയ സംവാദം നടന്നു. ആരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജാവേദ് അക്തർ എന്ന് പറയുന്ന ഒരു കവി ഉണ്ടല്ലോ, ഹിന്ദി സിനിമാ ഗാനങ്ങളൊക്കെ എഴുതുന്ന ഒരു കവി ഉണ്ട് അല്ലെ? കേട്ടിട്ടുണ്ടാ? നിങ്ങളൊക്കെ ജീവനോടെ ഉണ്ടോന്നും നോക്കട്ടെ. കേട്ടിട്ടുണ്ട്. ജാവേദ് അക്തറുമായിട്ട് ഒരു സംവാദം നടന്നു. എന്തായിരുന്നു സംവാദം എന്നറിയോ? എന്തായിരുന്നു സംവാദം? ഡസ് ഗോഡ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ജാവേദ് അക്തറിനോട് ഒരു ഷമാഇൽ നദ്വി, ഒരു നദ്വി അദ്ദേഹം ആ യൂട്യൂബിലൊക്കെ വളരെ ഹിറ്റായ ഒരു സംവാദമാണ്. ഈ ഉറുദുവിലാണ്, ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ ഉറുദു. അതുപോലെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോ അതില്
ആ അതിപ്പോ ഞാൻ പറഞ്ഞതിനാ അതിനകത്തേക്ക് കണക്ട് ചെയ്യാം. അതായത് അതിനകത്തേക്ക് ചോദിക്കുന്നുണ്ട് ഈ ദൈവം, ആ, ദൈവത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റാണ് അതിന്റെ ചർച്ചാ വിഷയം. അപ്പൊ അവിടെ ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയിൽ അയാൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇത്രയും കുഞ്ഞുങ്ങൾ മരിച്ചപ്പോ ദൈവം എവിടെയായിരുന്നു? നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ ദൈവം മേഴ്സിഫുൾ ആണ്, നിങ്ങളുടെ ദൈവം സ്നേഹസമ്പന്നനാണ്, കാരുണ്യവാനാണ്. കാരുണ്യവാനാണെങ്കിൽ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വിടുന്നു ചോദിക്കുന്നുണ്ട്. നമ്മള് എല്ലാ യുക്തിവാദികളിൽ നിന്ന് നിരന്തരം കേൾക്കുന്ന ഒരു ചോദ്യമാണ് അത്. അവിടെയാണ് ഈ സ്നേഹത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഇവർക്കൊക്കെ. എന്താണ് വലഹ യലിഹു എന്ന നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് പരീക്ഷണങ്ങളുമായിട്ടാണ്. ഇവിടെ എല്ലാ കാലവും ജീവിപ്പിക്കും, അത് അള്ളാന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണെന്ന് ഒരിടത്തും അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇവിടെ നിങ്ങൾ ദൈവത്തിന്റെ അടിമകളാവുമ്പോൾ നിങ്ങൾക്ക് സുഖകരമായ ജീവിതം മാത്രമേ ഉണ്ടാവൂ എന്ന് അള്ളാഹു എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങളോട് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ഭൂമിയിൽ ഇതൊക്കെ ഉണ്ടാവും. ഒരു നിശ്ചിത കാലം എല്ലാവർക്കും ഉണ്ട്. ചിലർ കുട്ടികളായിട്ട് മരിക്കും, ചിലർ വലുതായിട്ട് മരിക്കും. കുഞ്ഞുങ്ങൾ മാത്രമല്ലല്ലോ മരിക്കുന്നത്, സ്ത്രീകൾ മരിക്കുന്നു, വയസ്സായവർ മരിക്കുന്നു, നിരപരാധികൾ മരിക്കുന്നു, ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു നിമിഷം പോലും ഇവർ ആലോചിക്കാത്ത സംഗതി എന്താ? നമ്മൾ ജനിച്ചു വീഴുന്നത് മുതൽ മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ് ഓരോ ദിവസവും നമ്മൾ ഉള്ളത്. നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കോശങ്ങൾ പ്രവർത്തിക്കുന്നു, കോടാനുകോടി കോശങ്ങൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള നാഡീഞരമ്പുകൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. ഈ ചെറിയ ശരീരത്തിന്റെ ഉള്ളിൽ അതുണ്ട്. നമ്മുടെ തലച്ചോറിന് ഏതാണ്ട് 60 മില്യൺ സെൽസ് ഉണ്ടെന്നാ പറയുന്നത് ഈ മൊത്തം ബോഡിയിൽ. തലച്ചോറ് വലിയ വലിയ വളരെ വലിയ അത്ഭുതമാണ്. തലച്ചോറിന്റെ അകത്തുള്ള ആ നാഡീഞരമ്പുകളും ഒക്കെ കൂടി നീട്ടി വെച്ച് കഴിഞ്ഞാല് അത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീണ്ടു കിടക്കാൻ പാകത്ത അത്ര നീളമുള്ള സംഗതികളൊക്കെയാണ് നമ്മുടെ ഈ ചെറിയ ബോഡിയിലുള്ളത്. ഇതൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഒരു കാരുണ്യമില്ല അള്ളാഹുവിന്. നമ്മൾ ഓരോ ദിവസം ഓരോ നിമിഷവും ഇത് പറയുന്ന നിമിഷം തന്നെ അള്ളാഹിന്റെ കാരുണ്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കാലിലൊരു വേദന വരുമ്പോ എവിടെ നിങ്ങളുടെ കാരുണ്യവാനായ നാഥൻ എന്ന് ചോദിക്കുന്നതിൽ വലിയ, അതിൽ പരം വിഡ്ഢിത്തരം വേറെ എന്തോ ഉള്ളത്? അപ്പോ ഈ കൺസെപ്റ്റ് മനസ്സിലാകാതെയാണ് ഈ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിരീശ്വരവാദികളുടെ ആദ്യത്തെ ചോദ്യം അതാണ്. ദൈവം കാരുണ്യവാനാണെങ്കിൽ ഇങ്ങനെ എന്തിനു മനുഷ്യനെ ശിക്ഷിക്കണം? ശിക്ഷിക്കല്ല, മനുഷ്യനെ ഓരോ സമയവും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു. ഇൻകുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിള്. എന്താണ്? ഓരോ ആത്മാവിനും ഓരോ നഫ്സിനും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു സംരക്ഷകനുണ്ട്. ആ സംരക്ഷണം ചിലപ്പോൾ അള്ളാഹ് എടുത്തു കളയും. അപ്പോഴാണ് നമ്മൾ മരിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് ആപത്ത് വരുന്നത്, അപ്പോഴാണ് നമുക്ക് പരീക്ഷണം വരുന്നത്. ആ പരീക്ഷണത്തെ ശിക്ഷയായിട്ട് മനസ്സിലാക്കാതെ അതിനെ റബ്ബിന്റെ തീരുമാനമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാനസികാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് അള്ളാഹുവിനെ ഇലാഹായിട്ട് അംഗീകരിക്കാൻ കഴിയുക. ആ ഇലാഹ് എന്ന പദത്തിൽ, അലിഹ അല്ലെങ്കിൽ വലഹ എന്ന പദത്തിൽ ഈ സ്നേഹം കൂടി ഉൾച്ചേർന്നിരിക്കുന്നു. റബ്ബിനോടുള്ള സ്നേഹത്തെ നമ്മുടെ മനസ്സ് പൂർണ്ണമായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ സ്നേഹം എല്ലാ വേദനകളും മറക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. അത് പൂർണ്ണമായ ആളുകൾക്ക്. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ കാല് മുറിക്കുന്ന ആളുകൾക്ക് കാല് മുറിയുന്നതിന്റെ വേദന അറിയാത്തത്. പൂർണ്ണമാവണം. എല്ലാവരിലും അത് പൂർണ്ണമായിരിക്കൂല. ചിലർക്ക് ഓരോരുത്തർ ഓരോ ഡിഗ്രിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഓക്കെ, അതല്ല നമ്മുടെ മെയിൻ വിഷയം. ഞാൻ ഈ ഇലാഹ് എന്നുള്ള പദം പറഞ്ഞപ്പോ അതാണ് ഈ ആയത്തിന്റെ തീം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോ സ്നേഹത്തിന് അറബി ഭാഷയിൽ ഒരു 10 ലെവലുള്ള പദങ്ങൾ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും. ഈ വലഹ എന്ന പദം ഏതാണ്ട് ഒരു 9ാമത്തെ ലെവലാണ്. 10ാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇമോഷണലി കംപ്ലീറ്റ്ലി നമ്മൾ ആ വേദനകൾ മുഴുവൻ മറന്നു പോകുന്ന ഒരു അവസ്ഥ. ആ ഒരു സ്നേഹം അത് കിട്ടിയിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു പോകും എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്കാണ് 10ാമത്തെ ഗ്രേഡ് എന്ന് പറയുന്നത്. ഇത് വലഹ എന്ന് പറയുന്നത് ശരിക്കും ഒരു 9ാമത്തെ ഗ്രേഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ 10ാമത്തെ ഗ്രേഡിന് പറയുന്ന പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല. ഞാൻ ഓർക്കുകയാണെങ്കിൽ ഞാൻ ഇൻഷാല്ല ഗ്രൂപ്പിൽ അത് ഇടാം. അപ്പോ സ്നേഹത്തിന്റെ വിവിധ പദങ്ങൾ അതിലുണ്ട്. അപ്പോ അത് ഈ സ്നേഹം എന്നത് ഈ ഇലാഹ് എന്ന പദത്തിന്റെ ഒരു മീനിങ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. ഓക്കെ, ഇനി ഈ ആയത്തിന്റെ ഈ ആയത്തിന്റെ ഒരു തീമിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി ഈ ആയത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമാം ഇബ്നു കസീർ ഈ ആയത്ത് പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ യുവാക്കളുടെ അസാബുൽ കഹ്ഫ് ആയിട്ടുള്ള യുവാക്കളുടെ കഥയാണല്ലോ നമ്മൾ പറയുന്നത്. ഈ യുവാക്കള്
റോമൻ റോമൻ വംശജരായ വളരെ പ്രൗഢ പ്രൗഢ കുടുംബത്തിൽപ്പെട്ട നോബൽ ഫാമിലിയിൽപ്പെട്ട നേതാക്കളുടെ മക്കളായിരുന്നു ഈ യുവാക്കൾ എന്നതാണ് ഇമാം ഇബ്നു കസീർ അവരെ കുറിച്ച് പറയുന്നത്. അവര് ഈ അള്ളാഹുവിനെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വർത്തമാനം പറയുന്നത് അവരുടെ ഏതാണ്ട് വളരെ പിന്നെ യൗവന കാലത്ത് തന്നെ ഒരു ആ രാജ്യത്തെ ജനങ്ങളുടെ ഒരു ഫെസ്റ്റിവല്, ഒരു ആഘോഷത്തിന്റെ, ഒരു പെരുന്നാളിന്റെ എന്ന് നമ്മൾ വിളിക്കുന്ന ആ പെരുന്നാളിന്റെ ഒരു സന്ദർഭത്തിലാണ് അവര് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഫെസ്റ്റിവലിന്റെ സമയത്ത് ആളുകളൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയിട്ട് എന്ത് ചെയ്യും? അവരുടെ ദേവന്മാരെ ആരാധിക്കാനും അവർക്ക് വേണ്ടി നേർച്ച അർപ്പിക്കാനും ആഘോഷിക്കാനും ഒക്കെ ഒരുമിച്ച് കൂടും. അന്നത്തെ അവരുടെ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞത് സിയൂസ്, അപ്പോളോ ഇങ്ങനെയുള്ള ദേവതകളാണ്. സിയൂസ് ദേവത, അപ്പോളോ ദേവത, ഇങ്ങനെയുള്ള ദേവതകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് വലിയ മോണിമെന്റ്സ്, വലിയ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, വലിയ സ്തൂപങ്ങളൊക്കെ ഉണ്ടാക്കി അതിന്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാവരും ബലി അർപ്പിക്കണം. അതാണ് അവരുടെ ഫെസ്റ്റിവല്. പക്ഷെ ഈ ചെറുപ്പക്കാർക്ക് ഒരിക്കലും ഇതിനെ ഒരു നന്നായിട്ട് തോന്നിയില്ല. ഏതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന്റെ വഹി കിട്ടുന്നതിന് മുമ്പ് മക്കയിലെ കാബയ്ക്ക് ഉള്ളിൽ നടന്നിരുന്ന വിഗ്രഹാരാധനയെയും നഗ്നമായി കാബയെ പ്രദക്ഷിണം ചെയ്യുന്ന അവസ്ഥയൊന്നും റസൂലിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ടാണ് റസൂൽ എവിടെ പോയിരുന്നത്? ഹിറാ ഗുഹയിൽ പോയിട്ട് ധ്യാനമിരുന്നത്, മെഡിറ്റേഷനിൽ ഇരുന്നത്. ഇവിടെ ഈ ചെറുപ്പക്കാരായ യുവാക്കൾക്ക്, പിന്നെ ഈ ആളുകൾക്ക് എന്ത് ചെയ്തില്ല? ഈ ദേവതമാരെ ആരാധിക്കുന്നതും അവർക്ക് വേണ്ടി നേർച്ച നടത്തുന്നതും അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അവരെന്ത് ചെയ്തു? അതിനൊക്കെ ബോയ്ക്കോട്ട് ചെയ്തു. ഈ ഫെസ്റ്റിവലിന്, ഈ ആഘോഷങ്ങളൊക്കെ ബോയ്ക്കോട്ട് ചെയ്തിട്ട് അവര് പ്രത്യേകമായിട്ട് എന്ത് ചെയ്തു? ആരും കാണാത്ത ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് അവരിതിനെക്കുറിച്ച് പിന്നെ ആലോചിച്ചു. അതില് ഇബ്നു കസീർ പറയുന്നത് ഇവര് എല്ലാവരും കൂടി ഒന്നിച്ചിട്ടല്ല ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഓരോരുത്തരും ഒറ്റയ്ക്കായിട്ട്, അവർക്ക് പരസ്പരം അറിയില്ലായിരുന്നു. ഇതിന്റെ അകത്ത് വിഷമമുള്ള ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ കാലത്തും നന്മയിൽ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ? എത്ര മോശപ്പെട്ട രാജ്യത്തും എത്ര മോശപ്പെട്ട സ്ഥലത്തും അങ്ങനെ ഒരു ആളുകൾ ഉണ്ടാവും. അതൊരു ഫിത്രത്താണ് അല്ലെ? മനുഷ്യന്റെ ഒരു മനസ്സിന്റെ പ്രകൃതിയാണ്. അങ്ങനെ ഇവര് ഇതിൽ നിന്നൊക്കെ മാറി, പിന്നെ ഈ ആഘോഷങ്ങളിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്ക് ആരും കാണാത്ത സ്ഥലത്ത് പോയി ഇരുന്നപ്പോ ഇവർ പരസ്പരം വന്നിരിക്കുന്നത് അടുത്തടുത്താണ് ഇരിക്കുന്നത്. അങ്ങനെ അടുത്തങ്ങനെ ഇരുന്നപ്പോ അവര് സ്വാഭാവികമായിട്ട് സംസാരിച്ചു തുടങ്ങി. ആ സംസാരത്തിൽ അവര് പരസ്പരം പരിചയപ്പെടും. കാരണം ചെറിയ ജനതയാണല്ലോ, അന്നത്തെ കാലത്ത് വലിയ പോപ്പുലേഷൻ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് ലോകത്തുള്ളത്. അപ്പോ ഇവര് പരസ്പരം സംസാരിച്ചു. അതിന് ഇബ്നു കസീർ പറയുന്നുണ്ട്, ഈ അർവാഹ്, നമ്മുടെ റൂഹിനെയൊക്കെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടുണ്ടല്ലോ, ആ പരിചയം ഉണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഫിത്രത്താണ് അതെന്നൊക്കെ അർത്ഥം കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. അപ്പോ അങ്ങനെയാണ് ഇവര് പരസ്പരം പരിചയപ്പെടുകയും പിന്നെ അവർ ഈ ഒരു അള്ളാഹുവിനെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ അവർ പങ്കുവെക്കുകയും ചെയ്തത്. ഇതൊന്നും റബ്ബാവാൻ ഒരു സാധ്യതയില്ലോ, ഇതൊന്നും ഇലാഹാകാൻ ഒരു സാധ്യതയില്ലല്ലോ, നമുക്ക് ആകാശഭൂമികളെ സൃഷ്ടിച്ച, ഈ ലോകത്തെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ തന്നെ സൃഷ്ടിച്ച നമ്മുടെ നാഥൻ, അവനെ നമ്മൾ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യല്ലേ വേണ്ടത് എന്ന കാഴ്ചപ്പാട് അവർ പരസ്പരം പങ്കുവെക്കുകയും അങ്ങനെയാണ് അവർ ഇതിൻ്റെ അകത്തേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നത് എന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ സ്വാഭാവികമായിട്ടും ഇവര് പരസ്പരം സംസാരിച്ച് അപ്പൊ പിന്നെ ഇവരെന്തായി? ഒരു ഗ്രൂപ്പായി അല്ലെ, ഒരു സംഘമായി. സംഘമാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്യും? ഇവരുടെ ഈ ആശയങ്ങള്, ഈ ദേവതകൾക്കെതിരെ, ഈ മറ്റ് ഇലാഹുകൾക്കെതിരെയുള്ള ഇവരുടെ ആശയങ്ങൾ ഇവരെന്ത് ചെയ്യും? പ്രചരിപ്പിക്കും. അത് പ്രചരിപ്പിച്ച് മറ്റു ജനങ്ങളുടെ അടുത്തെത്തും. സ്വന്തം കുടുംബത്തിൽ ഇവർ ഒറ്റപ്പെട്ടു, നാട്ടില് പരസ്പരം ആളുകൾ ഇവരെ കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ ഇത് ആരുടെ അടുത്തെത്തി? രാജാവിന്റെ അടുത്തെത്തി. രാജാവ് അവരെന്ത് ചെയ്തു? രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അപ്പൊ അന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഒരു രാജ്യത്തെ ദേവതയെ, ഔദ്യോഗിക ദേവതയെ, അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ രാജ്യത്തിനും ഒരു ഔദ്യോഗിക ദേവതയോ ദൈവം ഉണ്ടാവും. ആ ദൈവത്തിന് അനുസരിക്കുക എന്നുള്ളതാണ് ആ രാജ്യത്തിന്റെ പൗരത്വം കിട്ടാനുള്ള വഴി. അതിൽ നിന്ന് ആരെങ്കിലും മാറി നടന്നാൽ എന്തല്ല, ആ പൗരത്വം തന്നെ നഷ്ടപ്പെടും. വാസ്തവത്തിൽ ഈ യുവാക്കൾ ചെയ്ത കുറ്റം രാജ്യദ്രോഹമായിട്ടാണ് വിലയിരുത്തിയത്. കാരണം എന്താ?
രാജ്യത്തിന്റെ ഔദ്യോഗിക ദേവതകളെ ഇവര് അല്ലെങ്കിൽ ദൈവങ്ങളെ ഇവര് വിമർശിച്ചു. അതിനെ യഥാർത്ഥ ദൈവമായി അംഗീകരിക്കാൻ ഇവർ കൂട്ടാക്കി. ഇന്നും ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇന്നിപ്പോ സെക്യുലർ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളില് രാജ്യദ്രോഹം എന്ന് പറഞ്ഞ എന്താ? ആ രാജ്യത്തെ അവരുണ്ടാക്കിയ നിയമങ്ങളെ അനുസരിക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇലാഹിന്റെ അർത്ഥത്തിൽ എന്താ പറഞ്ഞത്? രണ്ടർത്ഥം പറഞ്ഞു ഇലാഹിന്, അല്ലെ? എന്തൊക്കെ വേണം എന്ന് പറഞ്ഞവർ ഇലാഹ്. ഇലാഹിന് എന്തൊക്കെ വേണം? ആരാധിക്കുക, അനുസരിക്കുക. ആരാധനയും അനുസരണവും വേണം. ഇന്നത്തെ കാലത്ത് ഈ അനുസരണം എന്നുള്ളിടത്താണ് സെക്യുലർ രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ മറ്റ് ഡെമോക്രസിന്നോ ലിബറലിസംന്നോ സോഷ്യലിസംന്നോ ഒക്കെ പറയുന്ന ആളുകൾ ആവശ്യപ്പെടുന്നത് സമ്പൂർണമായ അനുസരണം, സ്റ്റേറ്റിനുള്ള അനുസരണം. ആ സ്റ്റേറ്റിനുള്ള അനുസരണത്തിൽ നിന്ന് പുറത്താകുന്നവര് പൗരത്വത്തിൽ നിന്ന് പുറത്താകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ വെപ്പ്. അപ്പോ അത് അന്നും ഇന്നും ഒക്കെ ഒരേ രൂപത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആളുകൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിനെ ഒരു യഥാർത്ഥ ദൈവമായി അംഗീകരിക്കുന്നതും അവനോടുള്ള അനുസരണം പ്രഖ്യാപിക്കുന്നതും രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. രാജാവ് അവരെ കോടതിയിലേക്ക് വിളിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിച്ചിട്ടില്ലെങ്കിൽ, പല സ്ഥലത്തും ഈ രാജാവ് തന്നെ ദൈവമായിട്ട് പറയും, ചമയും, അല്ലെ? ഫിറഔൻ പറഞ്ഞതുപോലെ മാലക്കും മിൻ ഇലാഹിൻ ഗൈരി, അല്ലെങ്കിൽ അലൈസലി മുൽക്കു മിസ്ർ, മിസ്റിന്റെ ആധിപത്യം എനിക്കല്ലേ, വഹാദിഹിൽ അൻഹാറു തജ്രീമിൻ തഹ്തി, ഈ പിന്നെ പുഴകളൊക്കെ ഒഴുകുന്നത് എന്റെ സൂപ്പർവിഷന് കീഴിലല്ലേ എന്ന് ഫിറഔൻ പറഞ്ഞ പോലെ രാജാവ് തന്നെ ദൈവം. ഒരു ദൈവം അവിടെ ഉണ്ട്, പക്ഷെ ആ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ആര്? രാജാവ്, ഭരണാധികാരി. സ്വാഭാവികമായിട്ടും ഇവരെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തു. അപ്പോ ആ ഒരു ഒപ്രഷൻ അവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ, അതാണ് ഇമാം ഇബ്നു കസീർ, അതാണ് ഇതിന്റെ പശ്ചാത്തലമായിട്ട് ആര് പറയുന്നത്? ഇബ്നു കസീർ വിശദീകരിക്കുന്ന സുപ്രധാനമായ സംഭവം. ഇനി നമ്മൾ ഇതിന്റെ ഇവിടെ നോക്കൂ, ഇത് കാമു, അല്ലെ? ഈ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാ? വറബത്ന അലാ ഖുലൂബിഹിം ഇത് കാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ശതം. ഇതിനു മുമ്പ് അപ്പൊ ഇവിടെ ഇത് കാമു എന്നൊരു പദം, റബത്ന എന്നൊരു പദം, അവര് എഴുന്നേറ്റ് നിന്നപ്പോ രാജാവിന്റെ സദസ്സിൽ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ മുമ്പിൽ, അവിടെ അങ്ങനെയൊക്കെ അതിനെ കുറിച്ച് പറയാം കേട്ടാ. അവർ എഴുന്നേറ്റ് നിന്നപ്പോ അള്ളാഹു അവരുടെ ഹൃദയത്തെ സുദൃഢമാക്കി, പരസ്പരം ബന്ധിച്ചു, അവരുടെ ഹൃദയങ്ങളെ പരസ്പരം കൂട്ടിയിണക്കി, അവർക്കൊരു നിശ്ചയദാർഢ്യമുള്ള ഹൃദയം പ്രദാനം ചെയ്തു. ഇതിനു മുമ്പ് സിദ്നാഹും ഹുദ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? എപ്പോഴാത്? ഇത് അവൽ ഫിത്യത്തു ഇലൽ കഹ്ഫി, ഇത് അവൽ ഫിത്യത്തു ഇലൽ കഹ്ഫി. ബാക്കി പറയും. റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി മിൻ ലദുൻക വഹയ്യിനാ മിൻ അംരിനാ. അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ട് വസിദ്നാഹും ഹുദ, അല്ലെ? അവർക്ക് അള്ളാഹു സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പോ ആദ്യം അവിടെ പറഞ്ഞു അവര് വിശ്വസിച്ചതിന്റെ പേരിൽ അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു, അല്ലെ? വിശ്വസിച്ചപ്പോ അവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇവിടെ അവർ എഴുന്നേറ്റ്, ആ രാജാവിന്റെ അടുത്ത് എഴുന്നേറ്റ് നിന്നപ്പോ അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു നിശ്ചയദാർഢ്യമുള്ളതാക്കി, പരസ്പരം ബന്ധിപ്പിച്ചു. മീനിങ് ടു സേ, ഞാൻ അത് രണ്ടും എന്തിനെ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചാൽ, നമ്മൾ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, അള്ളാഹുവിനുള്ള വിശ്വാസം നമ്മൾ പൂർണ്ണമായി പ്രഖ്യാപിക്കുമ്പോൾ, അവിടെ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്താൻ, നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു അവസ്ഥ അള്ളാഹു ഉണ്ടാക്കി തരും. അവിടെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, അല്ലെ? ആ പ്രാർത്ഥനയുടെ ഫലം എന്തായിരുന്നു? റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ എന്ന കാരുണ്യം, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു എങ്ങനെയാണ് അവർക്ക് കാരുണ്യം കൊടുത്തത്? എങ്ങനെയാണ് കാരുണ്യം അള്ളാഹു ഇട്ടുകൊടുത്തത്? അവരെ ഉറക്കിക്കിടത്തി. 309 വർഷത്തോളം അവരെ ഉറക്കിക്കിടത്തി. അള്ളാഹിന്റെ കാരുണ്യം വരുന്ന ഒരു രീതി അതാണ്. ഇവിടെ ഇവരാ രാജാവിന്റെ സദസ്സിൽ എഴുന്നേറ്റ് റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു അവരുടെ ഹൃദയം. അപ്പോ നമ്മൾ നമ്മുടെ പാർട്ട്, വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ പാർട്ട് ചെയ്യുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിക്കും. ഖുർആൻ പഠിക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് വന്നാൽ, ഞാൻ അതിനെ മറ്റൊരു സംഗതിയായിട്ട് ഇക്വേറ്റ് ചെയ്യണം.
ഖുർആൻ പഠിക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് മുന്നോട്ട് വരുമ്പോ ഖുർആൻ പഠനം അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. മുദ്ദക്കിർ. ആ, ഖുർആൻ പ്രയാസമാണ്. അറബി ഭാഷ എനിക്ക് അറിഞ്ഞുകൂടാ, അറബി പാടാണ്. പിന്നെ ഈ പടച്ചോൻ ഇത് വല്ല മലയാളത്തിൽ ഇറക്കിയാൽ പോരായിരുന്നോ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇറക്കിയാൽ പോരായിരുന്നോ എന്നൊന്നും ചോദിച്ച് നമ്മൾ പ്രയാസപ്പെടരുത്. നമ്മൾ പഠിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നാൽ, നമ്മുടെ സമയം അള്ളാഹുവിന് കൊടുത്താൽ, നമ്മളുടെ സന്നദ്ധത അള്ളാഹുവിനെ അറിയിച്ചാൽ, നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, ഔദ്യോഗികമോ അനൗപചാരികമായ വിദ്യാഭ്യാസം എത്ര ഉണ്ടായിക്കോട്ടെ, ഇല്ലാതായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എളുപ്പമുള്ളതാക്കി തരും. വിശ്വസിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ അള്ളാഹുവിനോട് ആ വിശ്വാസം പ്രഖ്യാപിച്ച് അതിനു വേണ്ടി തയ്യാറായിട്ട് വന്നാൽ ആ മാർഗത്തിലുള്ള എല്ലാ സംഗതികളും അള്ളാഹു എളുപ്പാക്കി തരും. അതാണ് ഈ റബത്ന അല ഖുലൂബിഹിം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം. ഓക്കെ, ഇനി നമ്മൾ ഈ റബത്ത എന്ന് പറയുന്നതിന്റെ മീനിങ്ങും അതിന്റെ ആശയവും ഒന്ന് ശരിക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാം. റബത്ത എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നാണ് ഞാൻ പറയാം. ഒരു കയറ് എടുത്തിട്ട് ഒരു സംഗതിയെ കെട്ടുക, സംതിങ് ടൈറ്റ്, വളരെ ശക്തമായി കെട്ടുക, സ്ട്രോങ് ആയിട്ട് കെട്ടുക, ലാസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ കെട്ടുക, പൊട്ടിപ്പോകുന്ന രൂപത്തിലല്ല. ഒരു അങ്ങനെ ഉണ്ടല്ലോ, ഒരു വളരെ ദുർബലമായ ഒരു കെട്ടല്ല. എങ്ങനെ പശുവിനെ കെട്ടുന്ന വലിയ ഡിപ്പെൻസ്. ചിലര് പശുവിനെ നന്നായി കെട്ടും, ചിലര് ദുർബലമായും കെട്ടും. എന്തായാലും വളരെ ശക്തമായി കെട്ടുന്നതിനെയാണ് എന്ത് പറയാ, റബത്ത എന്ന് പറയാം. കേട്ടാ, റാബിത്ത്. പിന്നെ റാബിത്തു അങ്ങനെയുണ്ട്. വസ്ബിറു വസാബിറു വറാബിത്തു. നിങ്ങൾ പരസ്പരം ഒരു കെട്ടിയിട്ട, അതായത് ഒരിക്കലും അഴിയാത്ത ഒരു ചങ്ങല പോലെ നിലകൊള്ളാൻ പറഞ്ഞതാണ്. അത് സൂറത്ത് ആലിമ്രാനിൽ അള്ളാഹു പറഞ്ഞ അതാണ്. ഓക്കെ, ഏതാ ആലിമ്രാന്റെ ലാസ്റ്റ് അവസാന ഭാഗത്ത് പറയുന്നത്? കറക്റ്റ് അതാണത്. ഇത് ഖുറാനില് പറഞ്ഞ ഒരു സ്ഥലം 245 സംതിങ് ഒരു സ്ഥലമാണ് സൂറത്തുൽ അൻഫാലിലെ 11-ാമത്തെ ആയത്ത്. എവിടെയാണെന്നറിയോ? ലിയർബിത അലാ ഖുലൂബിക്കും വയുസബ്ബിത ബിഹിൽ അഖ്ദാം എന്ന് പറഞ്ഞിട്ട്. സൂറത്തുൽ അൻഫാലിന്റെ പ്രത്യേകത എന്താ? എപ്പോഴാണ് സൂറത്തുൽ അൻഫാൽ അവതരിപ്പിച്ചത് ഓർക്കുന്നുണ്ട് ആരെങ്കിലും? സൂറത്തുൽ അൻഫാൽ ബദർ യുദ്ധത്തിന് ശേഷം അതിനെ അവലോകനം ചെയ്തിട്ട് അള്ളാഹു അവതരിപ്പിച്ചു. അപ്പൊ ആ ബദർ യുദ്ധത്തിന്റെ സന്ദർഭം പറയുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹു പറയുന്നത് വലിയർബിത അലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തെ പരസ്പരം അള്ളാഹു ബന്ധിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ ചെയ്തതെന്ന്. അതായത് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നമ്മുടെ തളർന്നു പോകും. പ്രത്യേകിച്ച് വെറും 313 പേര് ഇപ്പുറത്തും, അപ്പുറത്ത് 1000 പേരും, 3 ഇരട്ടി അല്ലെ വലിപ്പമുള്ള സംഖ്യ അപ്പുറത്തും ഇപ്പുറത്ത് ചെറുതുമാകുമ്പോൾ ദുർബലമായി പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് റബത്ത എന്ന പദം പ്രയോഗിച്ചത്. രണ്ടാമതൊരു സ്ഥലം സൂറത്ത് ഖസസിലെ 10-ാമത്തെ ആയത്ത്, ലൗലാ അൻ റബത്ന അലാ ഖൽബിഹ, അവളുടെ ഹൃദയത്തെ നാം ബന്ധിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. കേൾക്കുമ്പോ ആരുടെ ഹൃദയത്തെ എന്ന് ഓർമ്മ? മൂസാ അലൈഹി ഇസ്ലാമിന്റെ മാതാവ്. മാഷാ അല്ലാഹ് അലൈക്ക് അഹ്സൻതി. മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ മാതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ ഹൃദയത്തെ അള്ളാഹു ബന്ധിപ്പിച്ചിട്ടില്ല. എപ്പോഴായിരിക്കും അത്? എപ്പോഴായിരിക്കും? ഇസ്ലാമിനെ പെട്ടിയിലാക്കിയിട്ട് ഒഴുക്കിയരും. അത് തന്നെ. മൂസാ അലൈഹി ഇസ്ലാമിയെ ഒരു ചെറിയ ബാലനായിട്ട് ഒരു പെട്ടിയിൽ ഒഴുക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചല്ലോ. ആ സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഈ ലൗല റബത്ന അലാ ഖൽബിഹ, അവളുടെ ഹൃദയത്തെ നാം ഇങ്ങനെ അതിശക്തമായി ബന്ധിപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അസ്ബഹ ഫുആദു ഉമ്മു മൂസ ഫാരിഗൻ, മൂസ അലൈഹി ഇസ്ലാമിയുടെ മാതാവിന്റെ ഹൃദയം, ഫുആദ് എന്നാ പറഞ്ഞ, ഫുആദും കൽബും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഇനി പറയുന്നുണ്ട്. ആ ഹൃദയം അത് ഫാരിഗൻ, നിറഞ്ഞ് ഇമോഷണലി ഒരു ഔട്ട്ബേഴ്സ്റ്റ് അവർക്ക് ഉണ്ടാകുമായിരുന്നു. ഹൃദയം പൊട്ടിത്തകർന്നു പോകുമായിരുന്നു. ആരുടെ ഹൃദയം? മൂസാ നബിയുടെ ഉമ്മൻ. കാരണം എന്താ? ചെറിയ കുഞ്ഞ്, പ്രസവിച്ച് ദിവസങ്ങൾ മാത്രമായ ഒരു കുഞ്ഞിനെ അള്ളാഹു തോന്നിപ്പിക്കണം. അതൊരു മലക്കിനെ അയച്ചിട്ടുള്ളൊരു വഹിയല്ല, മറിച്ചൊരു വാഹൈന ഇലാ ഉമ്മി മൂസ, മൂസാ അലൈഹി ഇസ്ലാമിയുടെ മാതാവിനെ തോന്നിപ്പിക്കുകയാണ് അള്ളാഹു.
എല്ലാ തോന്നലുകളും ശരിയായ തോന്നലാവോ? അവർക്ക് ഒരു കൺഫേം ചെയ്യാൻ ഒരു വകുപ്പില്ല. അവർ പ്രവാചക അല്ല, നബി അല്ല. അപ്പോ അവരുടെ മനസ്സിൽ തോന്നുകയാണ് ഈ പെട്ടിയിലാക്കിയിട്ട് ഈ കുഞ്ഞിനെ ഒഴുക്കാം. പക്ഷെ അങ്ങനെ ഒഴുക്കുമ്പോ കുഞ്ഞിന് നീന്തൽ അറിയോ? ഇല്ല. ഈ കുട്ടിയെ എന്റെ പിന്നാലെ, ഈ പെട്ടിയുടെ പിന്നാലെ പോകാൻ പറ്റോ? ഇല്ല. കാരണം അറിഞ്ഞാൽ പിടിക്കും, കൊല്ലും. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്ന് പേടിച്ച് വിറച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഹൃദയം പൊട്ടുന്ന വേദനയോട് കൂടിയിട്ടാണ് മൂസാ അലൈഹി ഇസ്ലാമിയുടെ മാതാവ് ആ കുട്ടിയെ ആ പെട്ടിയിലാക്കിയിട്ട് ഈ നദിയിൽ ഒഴുക്കുന്നത്. ആ സമയത്ത് അവർക്ക് ആ ധൈര്യം കിട്ടിയത് അള്ളാഹു ഈ ചെയ്ത പണി കൊണ്ടാണ്. റബത്ന അലാ ഖൽബിഹ, നാം അവരുടെ ഹൃദയത്തെ ഇങ്ങനെ ഒരു ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ ഹൃദയം പൊട്ടി തകർന്ന് അവർ പോകുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അത് ആ സന്ദർഭം വിശദീകരിക്കാൻ അള്ളാഹു ഉപയോഗിച്ച പദമാണ് എന്ത്? റബത്ത. ഓക്കെ, വെരി ഗുഡ്. ഇനി അതിനെക്കുറിച്ച് ഷഅറാവി, ഇമാം ഷഅറാവി, മുത്തവല്ലി ഷഅറാവി, അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹൃദയം ബന്ധിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്. അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതായത് അദ്ദേഹം അതിനൊരു പാത്രത്തോടാണ് ഉപമിക്കുന്നത്. ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളമുള്ള പാത്രം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയാൽ എന്താ സംഭവിക്കുക? വെള്ളം ഉള്ള ഒരു പാത്രം, കുറച്ച് വെള്ളം അതിലുണ്ട്, ഇങ്ങനെ ഇളകുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് തുറന്നു വെച്ചാൽ എന്താ സംഭവിക്കുക? വെള്ളം ചിതറിപ്പോവും, വെള്ളം തുളുമ്പിപ്പോവും, അല്ലെ? ഈ നമ്മുടെ ഹൃദയത്തില് ഈമാനാകുന്ന വെള്ളമുണ്ട്. അപ്പൊ കെട്ടുക എന്ന് പറഞ്ഞാൽ, അതേസമയം നേരത്തെ പറഞ്ഞ ആ പാത്രത്തിന് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു അടപ്പിട്ട് അടച്ചിട്ട് പിന്നെ അത് എത്ര കുലിക്കാലും എന്ത് സംഭവിക്കില്ല? വെള്ളം പുറത്തു പോകില്ല. ഇപ്പൊ അവിടെ ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അല്ലെ? ഇതിന്റെ ബോട്ടിലിൽ ഇതില്ലാതെ നമ്മൾ ഈ വെള്ളം കുലിക്കാൻ വെള്ളം പുറത്തു പോകും, അല്ലെ? പുറത്ത് ഞാൻ കളയുന്നില്ല എന്തായാലും. പക്ഷെ ഇതിനെ നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് എത്ര കുലിക്കാലും വെള്ളം പോവില്ല. ഇതാണ് അള്ളാഹു ഹൃദയത്തെ ബന്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട്? ഈമാനുണ്ട്. ആ ഈമാൻ സെക്കൻഡ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ ഫാസിൽ. ഓക്കെ. അപ്പോ ഈ നമ്മുടെ ഹൃദയത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഈ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ മാതാവിന്റെ ഹൃദയത്തിൽ ഒരു ഈമാൻ ഉണ്ട്. എന്ത്? അള്ളാഹു എന്റെ കുട്ടിയെ രക്ഷിക്കും. പക്ഷേ അത് പരീക്ഷിക്കപ്പെടുന്നു. ആ ഈമാൻ ഇങ്ങനെ കുലുങ്ങാണ്. പക്ഷെ ആ കുലുങ്ങുമ്പോ ആ ഹൃദയത്തിൽ ഒരു മൂടി, ഒരു അടപ്പിട്ട് അതിനെ ഭദ്രമാക്കിയതാണ് അള്ളാഹു ചെയ്ത പണി. ഇവിടെ ഈ മനുഷ്യര്, ഈ യുവാക്കള്, അവര് ഈ രാജാവിന്റെ മുമ്പിൽ നിന്നിട്ട് പറയുന്നത് റബ്ബുന റബ്ബുസ് സമാവാത്ത്. അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് കിട്ടിയത് അള്ളാഹു അവരുടെ ഹൃദയത്തെ ടൈറ്റ് ആക്കിയപ്പോഴാണ്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ല പല ശരിക്ക് ഏറ്റവും വലിയ ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ നീതിയുടെ വർത്തമാനം, സത്യത്തിന്റെ വർത്തമാനം ധൈര്യപൂർവം പറയുന്ന ആള് ആണ് യഥാർത്ഥത്തിൽ കലിമത്തു ഹക്കൻ ഇന്ദ സുൽത്താനിൻ ജാഇർ. ഒരു അനീതി ചെയ്യുന്ന സുൽത്താന്റെ മുമ്പിൽ പോയിട്ട് നീതിയുടെ വർത്തമാനം പറഞ്ഞു. ഇപ്പൊ ഇമാം അഹമ്മദിനെ പോലെയുള്ള ആളുകള്, അതുപോലെ ഒരുപാട് പണ്ഡിതന്മാര്, ഒരുപാട് നേതാക്കള് അങ്ങനെ പറഞ്ഞവരാണ്, അല്ലെ? ആ പറയുമ്പോ അത് പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് എവിടെ നിന്ന് കിട്ടുക? തൂക്കുമരം കാണിച്ചിട്ട്, വെടിവെപ്പ് പേടിപ്പിച്ചിട്ട്, എക്സിക്യൂഷൻ പേടിപ്പിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും അവരതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഇമാം അബു ഹനീഫ, ഇമാം അഹമ്മദ്, അതുപോലെ ഇമാം മാലിക്, ധാരാളം പണ്ഡിതന്മാർ അങ്ങനെ കിട്ടും. നമുക്ക് ഈ മദ്ഹബിന്റെ ഇമാമുകളൊക്കെ തന്നെ അത്തരം ഖലീഫമാരുടെ ഒക്കെ മുമ്പിൽ പോയിട്ട് സത്യം പറയണം. അവിടെ എല്ലാം എന്താ സംഭവിക്കുക? അവരുടെ മനസ്സിലൊക്കെ ഈമാൻ ഉണ്ട്. പക്ഷെ ആ ഈമാനിന് അള്ളാഹു എന്ത് ചെയ്യണം? റബത്ത അല ഖൽബിഹി, അവരുടെ ഹൃദയത്തിന്റെ അകത്തൊരു നല്ല ഒരു അടപ്പിട്ടിട്ട് ആ ഈമാനിനെ സംരക്ഷിച്ച് നിർത്തുമ്പോഴാണ് ആ പറയാം. പക്ഷെ അപ്പൊ നമ്മൾ പറയും അത് അള്ളാഹ് അങ്ങനെ ബന്ധിച്ചവർക്ക് അതല്ലേ പറ്റുകയെന്ന്. അത് ബന്ധിപ്പിക്കാൻ നമ്മളെ ഹൃദയത്തെയും നമ്മൾ പാകമാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ അസത്യവും അനീതിയും കൊടികുത്തി വാഴുന്ന ലോകത്ത് സത്യം വിളിച്ചു പറയാൻ നമ്മൾ തയ്യാറാകുമ്പോ, എന്ന് പറഞ്ഞാൽ മുൻപിൻ നോക്കാതെ സത്യം വിളിച്ചു പറയണമല്ല, അതിനകത്ത് ഹിക്മത്ത് പാലിക്കേണ്ട ഹിക്മത്തുകൾ പാലിക്കണം. പക്ഷെ മറ്റുള്ളവരെ പേടിച്ചിട്ടാകരുത് അങ്ങനെ പാലിക്കുന്നത്. മറ്റുള്ളവരോടുള്ള പേടിയെ കുറിച്ച് ഹിക്മത്ത് എന്ന് പറയരുത്. അതല്ലാതെ
സത്യം വിളിച്ചു പറയാൻ തയ്യാറാകുന്ന ആർക്കും ആ ഒരു റബത്ത അല കൽബിഹി അത് അള്ളാഹു നൽകും. ഇതാണ് ഈ ആയത്തുകൾ, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ ഉദ്ദേശം കേട്ടാ. അപ്പൊ റബത്ത അല കൽബിഹി എന്ന് പറയുന്നത് അങ്ങോട്ട് തിരിഞ്ഞല്ലോ, മനസ്സിലായല്ലോ അല്ലെ? ക്ലിയർ ആണോ? ഹൃദയത്തിൽ നിന്ന് ഒലിച്ചു പോകാൻ നിൽക്കുന്ന ഈമാനിനെ, ഫെയ്ത്തിനെ, വിശ്വാസത്തെ അള്ളാഹു ആ ഹൃദയത്തിൽ അടപ്പിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരവസ്ഥയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? സത്യത്തെ വിളിച്ചു പറയാൻ സാധിക്കുന്നു. അതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ മാതാവിന് സാധിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം മൂസാ നബിയെ രക്ഷിക്കുന്ന വിഷയത്തിലാണ് അത് സാധിച്ചത്. പിന്നെ ബദർ യുദ്ധത്തിലെ സഹാബികളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെ എതിരിടുന്ന വിഷയത്തിലാണ് അത് സാധിച്ചത്. അസ്ഹാബുൽ കഹ്ഫിന്റെ വിഷയത്തിൽ രാജാവിന്റെ മുമ്പിൽ പോയിട്ട് യഥാർത്ഥ സത്യം വിളിച്ചു പറയുന്നിടത്താണ് അവർക്കതിന് സാധിച്ചത് കേട്ടാ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇനി ആ രാജാവിന്റെ മുമ്പിൽ അവരത് പറയുമ്പോ ഇത് പറഞ്ഞതിന്റെ പേരിൽ രാജാവ് എന്താ ചെയ്യുക? അവരെ സ്വാഭാവികമായിട്ടും കൊല്ലും അല്ലെ? തൂക്കുമരമാണ് അവർക്കുള്ളത്. അവരെ കൊല്ലുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അങ്ങനെ കൊല്ലുമെന്ന് ഉറപ്പുണ്ടായിട്ടും അവരത് പറഞ്ഞപ്പോ പറയാനുള്ള ഒരു പ്രേരകം അള്ളാഹു അവർക്ക് പറയാനുള്ള ഒരു സന്നദ്ധത അവർ കാണിച്ചപ്പോ അള്ളാഹു അവരുടെ ഹൃദയത്തെ ബന്ധിപ്പിച്ചു നിർത്തി. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. പിന്നീട് അവർക്ക് ആ ഒരു ഗുഹയിൽ പോയി അഭയം തേടാൻ അവർക്ക് തോന്നി. ആ ഗുഹയിൽ വെച്ച് അള്ളാഹു അവരെ ഉറക്കിക്കിടത്തി. അതാണ്. അപ്പം രഹസ്യമായി അവർ ആലോചിച്ചെടുത്ത ഒരു തീരുമാനം പരസ്യമായി അവർ എക്സിക്യൂട്ട് ചെയ്തു എന്നതാണ് അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. തങ്ങൾ പറയുന്ന വാചകത്തിന്റെ അനന്തര ഫലത്തെക്കുറിച്ച് പിന്നെ പേടിക്കാതെ അവർ പറയാൻ കഴിഞ്ഞു. ഇനി കുലൂബഹും റബാത്തന എന്നുള്ളതിന്റെ വിശദീകരണം നമ്മൾ പറഞ്ഞു. ഇനി കൽബ് എന്ന് പറഞ്ഞാൽ എന്താ? കൽബ് ഹൃദയം. ഹൃദയം. കലബ എന്ന പദത്തിൽ നിന്നാണ് ഹൃദയം വന്നത്. കലബ എന്ന് പറഞ്ഞാല് മാറി മറിയുക എന്നാണ് അർത്ഥം. മാറി മറിയുക. ഹൃദയത്തിന് രണ്ടർത്ഥത്തിലും അതുണ്ട് അല്ലെ? നമ്മുടെ ഹൃദയം തന്നെ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കല്ലേ? ആ ഹൃദയത്തിലൊരു മൊത്തത്തിൽ ഹൃദയത്തിന്റെ ഒരു ആ മിടിപ്പ് എന്ന് പറയുന്നത് ഹൃദയം ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഫിസിക്കലിയും സ്പിരിച്വലിയും നമ്മുടെ, അല്ലെങ്കിൽ ഇമോഷണലിയും നമ്മുടെ ഹൃദയത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൃദയത്തിന് ആ പേര് വന്നത്, കൽബ്. പിന്നെ ഇമോഷണലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ നോക്കൂ, ഒരാള് മനസ്സിലാക്കുന്നിടത്ത്, ഒരു കാര്യം മനസ്സിലാക്കുന്നിടത്ത് അയാൾക്ക് എന്ത് ചെയ്യും? മാറ്റങ്ങൾ സംഭവിക്കും അല്ലെ? ഇപ്പൊ നമ്മുടെ ഹൃദയം ഒരു സംഗതി മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സ് ഓക്കെ. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കി അതിനെ റിഫ്ലക്ട് ചെയ്യുക, അതിന്റെ വിവിധ വശങ്ങളെയൊക്കെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ഇടം എന്ന അർത്ഥത്തിലാണ് കൽബ് എന്നത് പ്രയോഗിക്കുക. ഇനി ചില ആളുകൾ പറയാറുണ്ട് ഈ ഖുർആൻ കൽബ് എന്ന് പറഞ്ഞെടുത്ത് കൽബ് ഹൃദയം കഠിനമാകുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ അവരുടെ ഹൃദയത്തെ അള്ളാഹു ബന്ധിപ്പിച്ചു, അല്ലെങ്കിൽ പിന്നെ അവരുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ലേ, അപ്പല എന്താണ് അല ഖുലൂബിൻ അഖ്ഫാലുഹ എന്നുള്ളിടത്തുണ്ട്. അപ്പൊ അവർ പറയുന്നുണ്ട് എന്തേ ഖുർആന്റെ ഒരു അബദ്ധമായിട്ട് ചില ആളുകൾ അത് ഉദ്ധരിക്കാറുണ്ട്. പ്രത്യേകിച്ച് നവനാസ്തികരൊക്കെ പറയുന്ന ഒരു സംഗതിയാണ്, മനുഷ്യൻ ചിന്തിക്കുന്നത് ബ്രെയിൻ കൊണ്ടല്ലേ, പിന്നെ എന്തുകൊണ്ട് ഖുർആൻ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു എന്ന് ചോദിക്കാറുണ്ട്. വാസ്തവത്തില് അവർക്ക് ഖുർആന്റെ ഭാഷ മനസ്സിലാവാത്തതുകൊണ്ടാണത്. ഞാൻ അതുകൊണ്ടാണ് ഈ കൽബ് എന്നുള്ള പദം ഇത്ര ഡീപ്പായിട്ട് പറയാൻ കാരണം. അപ്പൊ നമ്മള് മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് വേഗം തിരിയും. ഉദാഹരണത്തിന് എന്റെ ഹൃദയം തകർന്നു, ആ വാർത്ത കേട്ടിട്ട് എന്റെ ഹൃദയം തകർന്നു എന്ന് പറയുമ്പോ ആരെങ്കിലും ചോദിക്കോ, ഹൃദയം തകർന്നിട്ട് നിങ്ങൾ എന്തേ ജീവിച്ചിരിക്കണ ചോദിക്കോ? നമ്മൾ പറയുമല്ലോ, എന്റെ ഹൃദയം പൊട്ടിപ്പോയി എന്ന് പറയും. ഒരു ദുആല്ലേ, അല്ലാഹുമ്മ യാ മുഖല്ലിബിൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അതെ അതെ അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിലേക്കാണ് ആ ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്നവനെ, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഖുർആൻ ഇത്തരം സംഗതികളിൽ കൽബ് എന്നത് ഈ ചിന്തയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷനുകളെ പ്രകടിപ്പിക്കുന്ന ഒരു വസ്തുതയായി ഒരു സംഗതിയായിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അതൊരു ഫിഗറേറ്റീവ് സ്പീച്ചാണ്, ഒരു സാഹിത്യ ഭംഗിയുള്ള ഒരു സംഭാഷണം. ഏതുപോലെ നമ്മൾ പറയുന്നത് പോലെ, ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയും മൈ ഗ്രാൻഡ് ചിൽഡ്രൻ സ്റ്റോൾ മൈ ഹാർട്ട്. ഒരു വല്ലുപ്പ പറയാണ്,
എന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ, എന്റെ പേരമക്കൾ എന്റെ ഹൃദയം കവർന്നെടുത്തു. കവർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മോഷ്ടിച്ചെടുത്തു എന്നല്ലേ, തട്ടിയെടുത്തു എന്നാണ്. നമ്മൾ ആരെങ്കിലും പറയും ഓ ഹൃദയം അങ്ങോട്ട് കൊണ്ടുപോയാൽ പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് പറയൂലല്ലോ. കാരണം നമുക്കത് മനസ്സിലാവും. വി നോ ദാറ്റ്സ് എ ഫിഗറേറ്റീവ് സ്പീച്ച്. ഇറ്റ്സ് എന്താ പറയാ, ബലാഗയാണത്. അറബി ഭാഷയിലും എല്ലാ ഭാഷയിലുള്ള ഒരു ബലാഗയാണത്. അപ്പൊ ഹൃദയം എന്ന പദം ഇങ്ങനെയാണ് വന്നത്. കലബ എന്ന പദത്തിൽ നിന്നാണ് അത് വന്നത്. നമ്മുടെ ഹൃദയത്തിൽ തന്നെ മൂഡ് സ്വിംഗ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും, ചിലപ്പോൾ വിരസത ഉണ്ടാവും, ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും, ചിലപ്പോൾ സമാധാനം ഉണ്ടാവും, ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാവും. ഇങ്ങനെ ഹൃദയത്തിന്റെ അവസ്ഥകൾ മാറിക്കൊള്ളും. അതിനാണ് നേരത്തെ പറഞ്ഞ പ്രാർത്ഥന. ഇപ്പൊ ഇവിടെ ഉദ്ധരിച്ചല്ലോ, സറീന പറഞ്ഞല്ലോ, അതായത് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലൽ ഈമാൻ. ഹൃദയങ്ങളെ തിരിക്കുന്നവനെ, നിഷേധത്തിലേക്ക് വഴിമാറിപ്പോകാം, പിശാചിന്റെ അനുസരണത്തിലേക്ക് നമ്മളെ ഹൃദയം വഴിമാറിപ്പോകാം. ആ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ. അപ്പൊ അത് ഏത് ഹൃദയമാണത്? അതൊരു സ്പിരിച്വൽ ഹൃദയമാണ്. പക്ഷെ ഫിസിക്കൽ വേറൊരു ഹൃദയമുണ്ട് അല്ലെ? 2 ഹൃദയമുണ്ട് നമുക്ക്. ഫിസിക്കൽ ഹൃദയം എന്താ? അതാണ് നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന അല്ലെ, ഇങ്ങനെ ഒരു മോട്ടോർ പോലെ ഒരു പമ്പും ഒരു പൈപ്പും ഒക്കെ ഉള്ള പോലെ ഒരു ചിത്രം. അതൊരു ഫിസിക്കൽ സംഗതിയാണ്. അതിനെയാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് ബൈപ്പാസ് സർജറിയും ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ദുഃഖം ഉണ്ടാവുന്ന ഹൃദയത്തെ എടുത്തിട്ട് നമുക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അത് ഒരു പാർട്ട്. അപ്പൊ ഖുർആൻ അഡ്രസ് ചെയ്യുന്ന വികാരങ്ങളുള്ള ആ സ്പിരിച്വൽ ഹേർട്ടിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അത് ഫിഗറേറ്റീവ് സ്പീച്ചാണ്. അത് അങ്ങനെ മനസ്സിലാക്കണം. അല്ലാതെ അതിനെ സയന്റിഫിക് ആയിട്ട് വ്യാഖ്യാനിക്കാൻ നിന്നാൽ പറ്റില്ല. ഇനി സയന്റിഫിക് ആയിട്ട് വ്യാഖ്യാനിക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഇസ്ലാമികമായ ഭാഷയിൽ, ഖുർആന്റെ ഭാഷയിൽ 2 ഘടകങ്ങളിൽ നിന്നാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ഫിസിക്കൽ ബോഡി, അവയവങ്ങള്, നമ്മുടെ ഓരോ അവയവങ്ങള്. പിന്നെ ഈ അവയവങ്ങൾക്കകത്ത് എന്തുണ്ട്? റൂഹുണ്ട്. നമുക്ക് റൂഹുണ്ട്. ആ റൂഹ് എവിടെയാ കാണാൻ പറ്റും? സ്കാൻ ചെയ്ത ഒരു CT സ്കാൻ എടുത്താൽ നമ്മളെ റൂഹ് കാണാൻ പറ്റുമോ? പറ്റൂല. ആ റൂഹിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, ആത്മാവിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ ഉള്ളതാണ്. അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. നമ്മളത് റൂഹ് എന്ന് പറയും. മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് പറയും? മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് പറയും? ജീവൻ എന്ന് പറയും. അതുകൊണ്ടാണല്ലോ ജീവൻ പോയി അല്ലെ? ജീവൻ എവിടെ പോയി? ജീവൻ എവിടെ പോയി? ആരും കണ്ടോ ജീവൻ എവിടെ പോയെന്ന്? ഒരാളവിടെ മരിച്ചു കിടക്കുന്നു, അമ്മ മരിച്ചു കിടക്കുന്നു. അമ്മ ഇതുവരെ അമ്മയായിരുന്നു, ഇപ്പൊ അമ്മ ശവമായി അല്ലെങ്കിൽ മൃതദേഹമായി. വാട്ട് ഹാപ്പൻ? വാട്ട് വെൻ ഫ്രം ദാറ്റ് ബോഡി? ആ ബോഡിയിൽ നിന്ന് എന്താ പോയത്? നമ്മൾ പറയും റൂഹ് പോയി എന്ന് പറയും. മറ്റുള്ളവർ പറയും എന്ത് പറയും? ജീവൻ പോയി എന്ന് പറയും. എന്ത് പറഞ്ഞാലും ഇത് രണ്ടുമാണ് മനുഷ്യൻ എന്നത് അംഗീകരിക്കാൻ വിഷമമുണ്ടെങ്കിലും അംഗീകരിച്ചേ പറ്റൂ. ഖുർആൻ, അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നത് അത് റൂഹാണ്. ഈ റൂഹിന്റെ അവസ്ഥയാണ് നമ്മുടെ ഹൃദയത്തിന്റെ, ഈ നേരത്തെ പറഞ്ഞ സ്പിരിച്വൽ ഹാർട്ടിന്റെ എല്ലാ സംഗതികളും കണക്ട് ചെയ്തിരിക്കുന്ന റൂഹുമായിട്ടാണ്. അത് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നന്നാവും. അത് മോശമാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ മോശമാകും. എല്ലാറ്റിനും ഉത്തരവാദി ആരാ? നമ്മൾ. അതിനാണ് ഫ്രീ വിൽ എന്ന് പറയാം. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഫ്രീ വിൽ, ഒരു സ്വതന്ത്രമായ വിശേഷ ബുദ്ധി എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പം അവിടെയാണ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലൽ ഈമാൻ, യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബന ഇലാ താഅതിക്. നിന്റെ അനുസരണത്തിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവിടെയാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ഫാക്ട് മനസ്സിലാവാതെ ചില ആളുകൾ പറയും പടച്ചോൻ വിചാരിച്ചാൽ നന്നാവൂലേ? പടച്ചോൻ വിചാരിച്ചവരാണല്ലോ അള്ളാഹു ഹിദായത്തിലാക്കുക, പടച്ചോൻ വിചാരിച്ചവരല്ലേ അള്ളാഹു ദുർമാർഗത്തിലാക്കുക. അള്ളാഹ് സ്വർഗവും നരകവും ഒക്കെ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വിധി എങ്ങോട്ടാണെന്ന് അള്ളാഹ്ക്ക് അറിയാമെങ്കിൽ പിന്നെ എനിക്കെന്ത് റോളുള്ളത്? നിനക്കുള്ള റോൾ എന്താന്ന് ചോദിച്ചാൽ, നിന്റെ ഈ മാറി മറിയുന്ന ഹൃദയത്തെ, നിന്റെ ഈ റൂഹ് ഉൾക്കൊള്ളുന്ന ആ ഹൃദയത്തെ, ആ സ്പിരിച്വൽ ഹേർട്ടിനെ അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ അതിനെ ഉറപ്പിച്ചു നിർത്തുക എന്ന പണിയാണ് നിനക്കുള്ളത്. സുബഹിക്ക് എഴുന്നേറ്റ് പള്ളിയിൽ പോവാൻ നിനക്കേ പറ്റുള്ളൂ. പോകാതെ കിടന്നുറങ്ങാനും നിനക്കേ പറ്റുള്ളൂ. രണ്ടും ചെയ്യാൻ സ്വാതന്ത്ര്യം നിനക്ക് അള്ളാഹ് തന്നിട്ടുണ്ട്. നീ തിരഞ്ഞെടുക്കുന്നത് നിന്റെ മാത്രം ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണോ നീ തിരഞ്ഞെടുക്കുന്നത്, പള്ളിയിൽ പോകാനാണ് നീ തീരുമാനിക്കുന്നതെങ്കിൽ അതേ വഴിക്ക് അള്ളാഹു തിരിച്ചുവിടും. കിടന്നുറങ്ങാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നല്ല സുന്ദരമായ ഉറക്കം അള്ളാഹു തരും.
രണ്ടും അള്ളാഹ് തരും. പക്ഷെ ഏതാണ് നീ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അള്ളാഹിന്റെ അറിവാണ്. അത് അള്ളാഹുവിനെ അറിയുന്നതിനെ കുറിച്ചാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുന്നു, അള്ളാഹു അവനെ ഉദ്ദേശിക്കുന്നത് നരകത്തിലാക്കുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അറിയാൻ പറ്റിയില്ലെങ്കിൽ അവൻ അള്ളാഹു അല്ല. നമ്മുടെ സമയവും കാലവും ഒന്നും അള്ളാഹ്ക്ക് ബാധകമല്ല. ടൈം ആൻഡ് സ്പേസ് ഈസ് അവർ വേൾഡ്. നമ്മുടെ ഫിസിക്കൽ വേൾഡിലാണ് ടൈം സ്പേസ് ഉള്ളത്. അള്ളാഹുവിന്റെ വേൾഡിൽ മെറ്റാഫിസിക്കലാണ്, അത് ബാധകമല്ല. അതുകൊണ്ട് അവൻ അത് അറിയാം എന്നതാണ് വിഷയം. അത് വിശദീകരിച്ച് പറയേണ്ടതാണ്, പക്ഷെ ഞാനത് പിന്നെ അത്തരത്തിൽ ഒതുക്കണം. നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അതിനകത്ത് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ തീർക്കാം. പക്ഷെ ഇതാണ് കൽബുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ ഇവരുടെ ഏത് ഹൃദയത്തെയാണ് അള്ളാഹു ബന്ധിപ്പിച്ചത്? ആ ഫിസിക്കലായിട്ടുള്ള പമ്പ് പോലെ ഇരിക്കുന്ന, ഒരു മോട്ടോർ പോലെ ഇരിക്കുന്ന ആ ഫിസിക്കൽ ഹൃദയത്തെയാണോ, ആ സ്പിരിച്വൽ ഹൃദയത്തെയാണോ? സ്വാഭാവികമായ സ്പിരിച്വൽ ഹൃദയത്തെ, ആ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാനും ചരിയാനും സ്വാതന്ത്ര്യമുള്ള ഹൃദയത്തെയാണ് അള്ളാഹു ഉറപ്പിച്ചു നിർത്തി. അതിനാണ് അള്ളാഹു ബലം നൽകിയത് എന്നതാണ് അതിന്റെ അർത്ഥം കേട്ടാ. അതിനെ അവർ ഉറപ്പിച്ച് അള്ളാഹു നിർത്തി എന്നർത്ഥം. അവരുടെ ഹൃദയത്തിനുള്ളിലുള്ള ഈമാൻ പുറത്തു പോകാതെ അതിനെ ബലമായി അടച്ച് ഉറപ്പിച്ച് അള്ളാന്റെ മാർഗത്തിൽ അവരെ നിർത്തി. അള്ളാഹ് നിർത്തിയത് കൊണ്ട് അവർ നിന്നതാണോ? അല്ല. എന്താ തെളിവ്? വറബത്ന അലാ ഖുലൂബിഹിം ഇദ് ഖാമു. അവർ എഴുന്നേറ്റ് നിന്നപ്പോ, നമ്മൾ ആ ഇത് കാമു എന്നതിലേക്കൊക്കെ വന്നിട്ടില്ല. അപ്പോ അവർ അത് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് അള്ളാഹു അവരുടെ ഹൃദയത്തെ ഉറപ്പിച്ചത്. സുബഹിക്ക് നമ്മൾ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് ആ സന്മാർഗത്തിൽ നമ്മൾ ആവുള്ളൂ. ഉറങ്ങാനാണ് നമ്മൾ തീരുമാനിക്കുന്നെങ്കിൽ ഉറക്കാനുള്ള സൗകര്യം. അപ്പൊ ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഇച്ഛയുമായിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം കേട്ടാ. ഓക്കെ. ഈമാൻ നമുക്കുണ്ടാകാം, പക്ഷേ നമുക്ക് എപ്പോഴും അത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല നമ്മൾ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണം. നേരത്തെ പറഞ്ഞ പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ ഞങ്ങളുടെ ഹൃദയത്തെ. അതായത് നമ്മൾ നിരന്തരമായി പ്രവർത്തിക്കണം. ഒരിക്കൽ ഈമാൻ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് എല്ലായ്പ്പോഴും ഈമാൻ ഉണ്ടാവോ? ഒരിക്കൽ നമ്മൾ മുഅ്മിനായി, എന്നാൽ എല്ലാ കാലത്തും ഈമാൻ അങ്ങനെ ഉണ്ടാവോ? ഇല്ല. അൽ ഈമാനു യസീദു വയൻഖുസ്. ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത് ഒരു വെള്ളത്തിന് ഒരു കപ്പിലുള്ള വെള്ളം പോലെയാണെന്നാ പറയാം. ഒരു കപ്പിലുള്ള വെള്ളം പോലെയാണ് ഈമാൻ. ആ വെള്ളം എന്താവും? ചിലപ്പോ തുളുമ്പിപ്പോവും, ചിലപ്പോ അതിനകത്തേക്ക് നമ്മൾ നിറച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആ വെള്ളത്തെ ശരിക്കും വാസ്തവത്തിൽ ഖുർആൻ എപ്പോഴും ഈമാനിനെ കുറിച്ച് പറയുമ്പോൾ, ഹൃദയത്തെ കുറിച്ച് പറയുമ്പോൾ വെള്ളത്തിന്റെ ഉപമ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ബനി ഇസ്രായേലിന്റെ ഹൃദയത്തെ കുറിച്ച് പറയുമ്പോൾ ഫഖസത് ഖുലൂബുഹും എന്ന് പറഞ്ഞു. അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. പക്ഷെ എന്നിട്ട് ഫഹിയക്കൽ ഹിജാറ, അത് ഏതുപോലെ? ഒരു പാറ പോലെ ആയി. ആ പാറയിൽ ചിലതുണ്ട്, അത് പൊട്ടി അതിൽ നിന്ന് വെള്ളം പുറത്തു വരും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം കടുത്തു പോകുന്നത് ആ ഹൃദയത്തിൽ വെള്ളമില്ലാതിരിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഈമാൻ, ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലൊരു വെള്ളത്തിന്റെ അവസ്ഥ ഉണ്ടാക്കുക. വെള്ളം തന്നെയാണല്ലോ പിന്നെ ഒരു വരണ്ട് കിടക്കുന്ന ഭൂമിയെ, അതും അള്ളാഹു നൽകുന്ന ഒരു ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. മൃതപ്രായമായി കിടക്കുന്ന ഭൂമിയെ ഒരു വെള്ളം ഇങ്ങോട്ട് വന്ന് വീടുമ്പോഴേക്കും അതെന്ത് ചെയ്യുന്നു? പൊട്ടിമുളച്ചു വരുന്നു. ശരിക്കും വരണ്ടുണങ്ങി വളരെ ഹാർഡായി കിടക്കുന്ന ഒരു ഭൂമിയെ വെള്ളം വീഴുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഫലഭൂയിഷ്ടമായിട്ട് മാറുന്നു. അതിൽ നിന്ന് ചെടികൾ, പിന്നെ പലതരത്തിലുള്ള വിത്തുകൾ മുളച്ചു വരുന്നു. അത്ഭുതമാണ്. അതുപോലത്തെ അത്ഭുതമാണ് ഹൃദയത്തിൽ ഈമാൻ സൃഷ്ടിക്കുക. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഈമാൻ കയറാതെ വരണ്ടുണങ്ങി കിടക്കുന്ന ഹൃദയമായിരിക്കും, കുഫറിന്റെ അങ്ങേയറ്റമായിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും ഈമാനിന്റെ ഒരു വെളിച്ചം ആ ഹൃദയത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? അവൻ ഏറ്റവും ലളിത ഹൃദയനായിട്ട്, വളരെ തരളിതനായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട് അല്ലെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ പോയ ആളാണ്. പക്ഷെ സൂറത്തു താഹ കേട്ടതോടുകൂടി എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം ആകപ്പാടെ മാറാണ്. ഇതുപോലെ ഇന്നത്തെ കാലത്തും അങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ. വലിയ യുക്തിവാദമൊക്കെ പറഞ്ഞു നടന്ന ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ ഇസ്ലാം സ്വീകരിക്കുന്നു, ഇസ്ലാമിന്റെ ആളുകളായിട്ട് മാറുന്നു. കാരണം എന്താ? ഈ വെള്ളം വരണ്ടുണങ്ങിയ ഭൂമിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ ഈമാൻ ഹൃദയത്തിലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നർത്ഥം കേട്ടാ. ഓക്കെ. അതുകൊണ്ടാണ് ഹുജറാത്തില്, സൂറത്തുൽ ഹുജറാത്തില് കാലത്തിൽ അറാബു ആമന്ന കുല്ലം തുഅ്മിനു വലാകിൻ
അസ്ലംന വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും എന്ന് പറയുന്നത്. അറാബികൾ ഗ്രാമീണർ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു. അവരോട് പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ വെറുതെ മുസ്ലിം ആയി എന്ന് പറഞ്ഞോ, ഇസ്ലാം ആയി എന്ന് പറഞ്ഞോ, വിശ്വസിച്ചിട്ടില്ല. കാരണം ഈമാൻ ഹൃദയത്തിലേക്ക് കടക്കണം. നിങ്ങൾ വെറുതെ ഇസ്ലാമിക ഒരു രാജ്യത്ത് പ്രവാചകന്റെ അനുസരണം സ്വീകരിക്കുന്നതോടുകൂടി വെറും മുസ്ലിമേ ആകുന്നുള്ളൂ. മറിച്ച് മുഅ്മിനാകണമെങ്കിൽ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാൻ കടക്കണം എന്നത് ഖുർആനപ്പം. ഇനി ഈ കൽബും ഫുആദും തമ്മിലുള്ള വ്യത്യാസം. കൽബാണല്ലോ നമ്മൾ പറഞ്ഞത്. ഫുആദ് എന്ന് പറയുന്നത് ശരിക്ക് ആ പദം ലഹ്മ് ഫഈദ് എന്ന് പറയും. എന്ന് പറഞ്ഞാല് റോസ്റ്റഡ് മീറ്റ്. ഈ പിന്നെ ഇറച്ചി പണ്ടത്തെ കാലത്തും ഇപ്പോഴും ഒക്കെ ഉണ്ട്. ഇപ്പോഴും അതാണ് ഏറ്റവും ആളുകൾക്ക് ഇഷ്ടം അല്ലെ. ബാർബക്യൂ ആണല്ലോ നമുക്ക് ഇഷ്ടം. അൽഫാം. അൽഫഹമിനാണ് നമ്മൾ അൽഫാം ആക്കിയത്. അറബി ഭാഷത്തെ നിങ്ങൾ ഇനി ഒരിക്കലും അൽഫാം എന്ന് പറയരുത്, അൽഫഹമാണ്. അൽഫഹമാണ്. തീയാണോ? തീ അതാണോ? എങ്ങനെ? ഫഹം എന്നുള്ള അർത്ഥം തീ എന്നുള്ളതാണോ? അല്ല, കോള്, കൽക്കരി. കൽക്കരിക്കാണ് ശരിക്കും ഫഹം എന്ന് പറയാം. കൽക്കരി, കോള്. അപ്പം ഫഈദ്, ലഹ്മ് ഫഈദ് എന്ന് പറഞ്ഞാല് റോസ്റ്റഡ് മീറ്റിനാണ്. ഒരു ഇതുപോലത്തെ ഒരു പിന്നെ പുറത്തൊരു കല്ലും ഒക്കെ വെച്ചിട്ട് അതില് മറ്റേ മീറ്റ് റോസ്റ്റ് ചെയ്യുമല്ലോ, പൊരിച്ചെടുക്കുമല്ലോ, അതിനാണ് ഫഈദ് എന്ന് പറഞ്ഞാൽ. ഫാദ എന്ന് പറഞ്ഞാൽ ടു റോസ്റ്റ് മീറ്റ് ഇൻ ആൻ ഓപ്പൺ ഫ്ലൈം. ഒരു പുറത്തിങ്ങനെ കത്തിക്കുന്ന തീയിൽ വെച്ചിട്ട് ഇറച്ചി വേവിച്ചെടുക്കുന്ന ആ പ്രക്രിയക്കാണ് ഫഅദ എന്ന് പറഞ്ഞാല്. അതിൽ നിന്നാണ് ഫുആദ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഒരു തിളക്കുന്ന ഹൃദയത്തിനാണ് എന്ത് പറയാ, ഫുആദ് എന്ന് പറയാ. ഫഅസ്ബഹ ഫുആദു ഉമ്മു മൂസ ഫാരിഗൻ. ഫുആദു ഉമ്മി മൂസ ഫാരിഗൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തില് പറഞ്ഞല്ലോ. അതായത് പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം ഖസസില്, സൂറത്ത് ഖസസില് 10-ാമത്തെ ആയത്ത് 11 ഒക്കെ ആയിട്ടുണ്ട്. അത് മൂസാ നബിയുടെ ഉമ്മയുടെ ഹൃദയം തിളച്ചു മറിഞ്ഞു. അവിടെയാണ് അള്ളാഹു ലൗല അൻ റബത്ന അലാ ഖൽബിഹ, അവളുടെ ഹൃദയത്തെ അള്ളാഹു ബന്ധിപ്പിച്ചു. അപ്പൊ ഫുആദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇമോഷണലി ഔട്ട്ബേഴ്സ്റ്റ് ചെയ്ത, വികാരം കൊണ്ട് തള്ളിച്ചുണ്ടാകുന്ന ഹൃദയത്തിനാണ് എന്ത് പറയാ, ഫുആദ് എന്ന് പറയാ. അവിടെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഒരു തിളച്ചു മറിയുന്ന മീറ്റ് റോസ്റ്റ് ചെയ്യുമ്പോൾ, പിന്നെ ഈ ഇറച്ചിയൊക്കെ മാംസത്തെ പൊരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ചുട്ടെടുക്കുമ്പോൾ ഉണ്ടാകുന്ന തരത്തിൽ പൊള്ളുന്ന ഹൃദയത്തെയാണ് എന്ത് പറയാ, ഫുആദ് എന്ന് പറയാ. കൽബ് എന്ന് പറഞ്ഞാലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഹൃദയം. നോർമൽ ഹാർട്ടാണ് കൽബ്, അബ്നോർമൽ ഹാർട്ടാണ് എന്ത്, ഫുആദ്. അതാണ് വ്യത്യാസം കേട്ടാ. ഓക്കെ. അപ്പം അതാണ് മൂസാ നബി അലൈഹി സ്വലാമയുടെ ഉമ്മയുടെ കാര്യത്തിൽ അള്ളാഹു അത് പറഞ്ഞപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. അസ്ബഹ ഉമ്മു ഫുആദു ഉമ്മി മൂസ ഫാരിഗൻ ഇൻ കാനത്തില തുബ്ദി ബിഹി. അവർ ആ ഹൃദയത്തെ അതങ്ങോട്ട് പൊളിച്ച് പുറത്തേക്ക് വരുമായിരുന്നു. ലൗല അൻ റബത്ന അലാ ഖൽബിഹ, അവളുടെ ഹൃദയത്തെ അള്ളാഹു ബന്ധിപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പിന്നെ മൂസാ നബിയുടെ മാതാവിന്റെ ഹൃദയം തിളച്ചു മറിഞ്ഞത്? ചെറിയ കുഞ്ഞിനെ ഈ പിന്നെ ഇതിലൊഴുക്കാണ്, പുഴയിൽ ഒഴുക്കാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു മാതാവിനെ സഹിക്കും അത്? അവര് ഹൃദയം പൊട്ടി മരിക്കുമായിരുന്നു എന്നാണ് ആ പറഞ്ഞ പച്ച മലയാളം. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു, ഒരു ധൈര്യം കൊടുത്തു. അതിനാണ് റബത്ത എന്ന് പറഞ്ഞത്. ഓക്കെ. ഇനി റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്. നമ്മൾ 7:15 തുടങ്ങി, അപ്പൊ 8:15 വരെയൊക്കെ പോകാലോ അല്ലെ. ഓക്കെ. റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്. അവർ പറയാണ്, എന്താ പറയുന്നത്? ഇത് ഖാമു ഫഖാലു റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്. ഞങ്ങളുടെ നാഥൻ ആകാശഭൂമികളുടെ നാഥനാണ്. ശരിക്കും ഇവിടെ പറയേണ്ടത് റബ്ബുസ് സമാവാതി വൽ അർളി റബ്ബുന. റബ്ബുസ് സമാവാതി വൽ അർളി റബ്ബുന, അതാണ് മുബ്തദ ഖബർ. ഞങ്ങളുടെ റബ്ബാര ആകാശഭൂമികളുടെ റബ്ബാണ്. പക്ഷെ അത് തിരിച്ചിട്ടു, റബ്ബുന, ഞങ്ങളുടെ റബ്ബാരാണ് റബ്ബ്. അതായത് സാധാരണ ഇതിൽ നമ്മൾ പറയുന്നത്, അത് ഞാൻ വളരെ സിമ്പിളായിട്ട് വിശദീകരിച്ചുതരാം. സിമ്പിളായിട്ട് വിശദീകരിച്ചാൽ സാധാരണ നമ്മൾ പറയേണ്ടത് ഈ പ്രപഞ്ചത്തെ നോക്കൂ അല്ലെ, ദൈവം ഉണ്ടെന്ന് നമ്മൾ സ്ഥാപിക്കണം. എങ്ങനെ? ഈ പ്രപഞ്ചത്തെ നോക്കൂ, ഈ ആകാശഭൂമികളെ നോക്കൂ, ഈ നക്ഷത്രത്തെ നോക്കൂ, സമുദ്രത്തെ നോക്കൂ. ഇതിനൊക്കെ സൃഷ്ടിച്ച നാഥൻ തന്നെയാണല്ലോ നമ്മെ സൃഷ്ടിച്ചത്. പക്ഷെ അങ്ങോട്ടൊന്നും നോക്കണ്ട, നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി. നമ്മളെ നോക്കൂ. ഈ കണ്ണും ഈ കാതും ഈ ചെവിയും ഈ മൂക്കും ഈ നാക്കും ഈ പല്ലും ഈ ഹൃദയവും ഇതിൻ്റെ അകത്തുള്ള കോശങ്ങളും ഇതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ 10,000-ത്തിലധികം രാസപ്രവർത്തനങ്ങളാണ് ഒരു സെക്കൻഡിൽ നടക്കുന്നത്. ഒരൊറ്റ സെക്കൻഡിൽ ഈ ശരീരത്തിൽ 10,000-ത്തിലധികം കെമിക്കൽ
ആക്ഷൻസ് നടക്കുന്നു. എന്നിട്ട് നമ്മൾ പറയണ് അള്ളാഹ്ക്ക് കാരുണ്യമില്ലേ, ഗസയിലെ കുഞ്ഞുങ്ങളെ നോക്കൂ. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ചയും അത് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോ അള്ളാഹു മൂക്കിനൂന ബിൽ ഇജാബ എന്ന് പറഞ്ഞില്ല. അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചൂടെ, പടച്ചോനെ എന്റെ ശരീരത്തിൽ ഇപ്പോ ഈ നിമിഷം ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ആയിരക്കണക്കിന് കെമിക്കൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു, കോടിക്കണക്കിന് കോശങ്ങൾ നീ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ എഴുന്നേറ്റ് നടക്കുന്നു, ഒക്കെ നിന്റെ കാരുണ്യം കൊണ്ടാണ്. ഈ അസുഖം, എനിക്ക് വന്നിട്ടുള്ള ഈ അസുഖം, അത് വളരെ സിമ്പിളായിട്ട് നിനക്ക് മാറ്റാവുന്നതേ റബ്ബേ, അതുകൊണ്ട് എനിക്കൊന്ന് മാറ്റിത്താ. അങ്ങനെ പറഞ്ഞു നോക്കിയേ, നമ്മുടെ ബോഡി അതിനനുസരിച്ച് പ്രതികരിക്കും. അതാണ് മൂക്കിനൂന ബിൽ ഇജാബ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം നിർദ്ദേശിക്കണം, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, ഡോക്ടർ ജോസഫ് മർഫിയുടെ. പറ്റുമെങ്കിലും ഒന്ന് വായിക്കണം കേട്ടോ. അത് മലയാളത്തിലും കിട്ടും, ഇംഗ്ലീഷിലും ഉണ്ട്. ഈ പറഞ്ഞ മൂക്കിനൂന ബിൽ ഇജാബയുടെ യഥാർത്ഥ പോയിന്റ് അതിൽ നിന്ന് കിട്ടും. അതിന്റെ യഥാർത്ഥ ഒരു കൃത്യമായ ആശയം ആ പുസ്തകത്തിൽ നിന്ന് കിട്ടും. എന്താണ് അള്ളാഹു നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് റബ്ബുന, അതിനകത്തേക്ക് വല്ലാതെ വിശദീകരിക്കാൻ സമയമില്ല. റബ്ബുന റബ്ബുസ്സമ, നമുക്കിപ്പോ ഇത് പറയാൻ ഈ പറഞ്ഞ പുസ്തകം, അതായത് അതും വേറൊരു വിഷയമാണ്. ഇവരുടെ പുസ്തകം ഒന്നും കണ്ടിട്ടല്ല നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത്, കാരണം അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷെ അതുകൂടിയൊക്കെ കേൾക്കുമ്പോ ഈ പറഞ്ഞ മനുഷ്യന്മാരുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ കാരുണ്യമില്ലേ പടച്ചോൻ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് അവരുടെ തന്നെ കുറച്ച് അല്ലെ സഹീഹ് എന്താ പറയാ നോൺ മുസ്ലിം, സഹീഹ് നോൺ മുസ്ലിം ആയിട്ട് നമുക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ അല്ലെ, അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അതായത് ഇവിടെ ഇവർ പറയുന്ന വാക്ക്, ഈ ഗുഹാവാസികൾ പറയുന്ന വാക്ക് റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ യജമാനൻ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥനാണ്. അതായത് ഇതിന് 3 വിശദീകരണം പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് അവര് ഈ ഇതെപ്പോഴാണ് ഇവർ പറഞ്ഞെന്നുള്ളതാണ് കേട്ടോ. ഈ ഗുഹാവാസികള്, ഈ അസ്ഹാബുൽ കഹ്ഫ് ഇത് എപ്പോഴാണ് പറഞ്ഞു? ഒന്ന് പറയുന്നത് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഫെസ്റ്റിവലിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അവർ ഒന്നിച്ചു അങ്ങനെ പരസ്പരം പരിചയപ്പെട്ടപ്പോ അവർ പറഞ്ഞതാണ്, എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ നാഥൻ ആകാശഭൂമിയുടെ നാഥനാണ്. ഒരാൾ പറഞ്ഞു, അപ്പൊ മറ്റൊരും പറഞ്ഞു, അങ്ങനെ എല്ലാവരും പറഞ്ഞു. അതാണ് ഒരു വേർഷൻ. രണ്ടാമത്തെ വേർഷൻ, ഇവരെന്ത് ചെയ്തു, അടുത്ത തവണ ഫെസ്റ്റിവലിന്, ആദ്യത്തെ തവണ ഇവർ ഒന്നിച്ച് പറഞ്ഞു, പക്ഷെ പിറ്റത്തെ ആഘോഷം വന്നപ്പോ അവര് ആളുകളെ അഭിമുഖീകരിച്ച് പറഞ്ഞു, പൊതുജനങ്ങളെ അഭിമുഖീകരിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. മൂന്നാമത് ഇവര് പറയുന്നത്, പിന്നീട് ഇവരുടെ വിശ്വാസത്തെക്കുറിച്ച് അറിഞ്ഞ രാജാവ് ഇവരെ വിളിപ്പിച്ചു കോടതിയിൽ. ആ കോടതിയിൽ വെച്ച് രാജാവിന്റെ മുമ്പിൽ വെച്ചാണ് ഇത് പറഞ്ഞത്. ഇമാം ഷൻഖൈത്തി ഇതിനെക്കുറിച്ച് പറയുന്നത് ഇത് 3ഉം സാധ്യമാണ്. കാരണം എന്താ, ഇവരാദ്യം ഒരുമിച്ച് കൂടിയപ്പോഴാണ് ഇത് മനസ്സിലാക്കിയിട്ട് ഇവർ പരസ്പരം മനസ്സിലാക്കി പറഞ്ഞു തുടങ്ങിയത്. പിന്നെ ഇവർ പതുക്കെ പതുക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങി പറയാൻ തുടങ്ങി റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്. അവസാനം ഇതിനെക്കുറിച്ച് അറിഞ്ഞ രാജാവ് ഇവരെ വിളിച്ചപ്പോൾ ആ രാജാവിന്റെ സദസ്സിലും ഇവർ പറഞ്ഞു. അതാണ് ഇമാം ഷൻഖൈത്തി പറഞ്ഞതാണ് ഇവിടെ നമുക്ക് ഏറ്റവും യോജിക്കാൻ പറ്റിയ സംഗതി കേട്ടോ. ഓക്കെ, ഇനി കാമു, അവർ എഴുന്നേറ്റ് നിന്നപ്പോ പറഞ്ഞു. കാമയുടെ അർത്ഥം എന്താ? നിന്നു. ഖിയാമുല്ലയിൽ അതിൽ നിന്നാണ്. ജലസയുടെ ഓപ്പോസിറ്റ്, ഇരുന്നു എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ അതയുടെ ഓപ്പോസിറ്റ്. കാമക്ക് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ ഫഅല എന്നൊരു അർത്ഥമുണ്ട്. അതായത് ഉദാഹരണത്തിന് ഞാൻ എഴുതി എന്നുള്ളതിന് കതബതു എന്ന് പറയും. പക്ഷെ കുംതുബി കിതാബി അല്ലെങ്കിൽ കുംതുബിൽ കിതാബ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി, കമ്മിറ്റ്മെന്റോട് കൂടി എഴുതി, ഒരു അസമുണ്ട് അവിടെ. ഞാൻ ഒരു സാധനം വാങ്ങി, ഇഷ്തറൈതു എന്ന് പറയും, ഞാൻ വാങ്ങി. ഖുംതു ബിശിറാഇൽ ഖലം, ഞാനൊരു പേന വാങ്ങുക എന്നുള്ള പണി കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്തു, അതിനും പറയും. അപ്പോ കാമ എന്ന് പറയുന്നത് ഇവർ എഴുന്നേറ്റ് നിന്ന് പറയാന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, ദേ സ്റ്റുഡ് അപ്പ് ഫോർ ദി റൈറ്റ്, ഐ ആം സ്റ്റാൻഡിങ് ബൈ ദ റൈറ്റ്, ഞാൻ സത്യത്തിന്, നന്മയുടെ പക്ഷത്ത് ഞാൻ നിലകൊള്ളുന്നു, നേരിന്റെ പക്ഷത്ത് ഞാൻ നിലകൊള്ളുന്നു എന്ന് സ്റ്റാൻഡ് പറയും. അതുപോലെയാണ് ഇത്. ഇപ്പൊ ഇവർ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞാൽ ലിറ്ററലി എഴുന്നേറ്റ് നിന്നു എന്നും ആകാം, അല്ലെങ്കിൽ ഫിഗറേറ്റീവ്ലി സത്യത്തിനു വേണ്ടി, ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വീക്ഷണവുമായിട്ട് ഇവർ ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു എന്നും ആവാം. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ഇത് എന്നുള്ളതാണ്. റബത്ന അലാ ഖുലൂബിഹിം ഇത് ഖാമു. ഇത് എന്നുള്ള പദത്തിന് വെൻ, വൈൽ എന്ന് 2 അർത്ഥമുണ്ട്. അതായത് അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ എന്നും പറയാം, അല്ലെങ്കിൽ അവർ ആ എഴുന്നേൽക്ക് നിൽക്കുന്നതിനോടൊപ്പം തന്നെ
അതായത് അവർ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന അതേ സന്ദർഭത്തിൽ തന്നെ അള്ളാഹു എന്ത് ചെയ്തു? അവരുടെ ഹൃദയത്തെ സുദൃഢമാക്കി, നിശ്ചയദാർഢ്യമുള്ളതാക്കി എന്ന അർത്ഥത്തിലാകാം. അപ്പോ അതിന്റെ ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ അള്ളാഹു എന്ത് ചെയ്യും? നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരും. നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് അള്ളാഹു എളുപ്പാക്കി തരും. നമ്മൾ പലിശ വേണ്ടാന്ന് വെക്കുമ്പോൾ പലിശ വേണ്ടാത്ത ഒരു സഹായം അള്ളാഹു ചെയ്തു തരും. നമ്മൾ സുഖ സൗകര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി വേണ്ട എന്ന് വെക്കുമ്പോൾ അതിന് പറ്റുന്ന ഒരു സമാധാനം അള്ളാഹു നൽകും. എന്താ അതാണ് ഇത് എന്നത് അതിന്റെ ഒരു മീനിങ്ങിന്റെ പിന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്ദേശം അതാണ്. ഓക്കെ, റബ്ബുന റബ്ബുസ് സമാവാത്ത് ലഖദ് ഖുൽനാ ഇദൻ ശതത. ഇനി അതാണ് വാക്ക്, ഞങ്ങൾ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ലൻ നദ്ഉവ മിൻ ദൂനിഹി. അതാണ് അടുത്തത്. ലൻ നദ്ഉവ, ലാ നദ്ഉ എന്നല്ല പറഞ്ഞത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. ലൻ നദ്ഉവ, ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല. ആ രാജാവിന്റെ മുമ്പില് പൗരത്വം നഷ്ടപ്പെടുന്ന ഒരു വർത്തമാനം അവർ പറയണമെങ്കിൽ അത്രക്ക് ധൈര്യം അവർ സംഭരിച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല മിൻ ദൂനിഹി, ഈ ആകാശഭൂമികളുടെയും ഞങ്ങളുടെയും നാഥനെ കൂടാതെ മറ്റൊരു ഇലാഹിനെ. ഇലാഹിന്റെ അർത്ഥം ഞാൻ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു, അതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ പോകേണ്ടതില്ല. മിൻ ദൂനിഹി, അവനെ കൂടാതെ ഈ ഞങ്ങളുടെ യഥാർത്ഥ നാഥനായ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ഇലാഹിനെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രശ്നമേ ഇല്ല. മറ്റ് ഇലാഹുകൾ എന്നുപോലും അവർ പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടത്ര യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല. അവരുടെ ഈ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് ഈ ഇലാഹിനെ കൂടാതെ മറ്റാരെയും ലൻ നദ്ഉവ മിൻ ദൂനിഹി, അവനെ കൂടാതെ എന്ന് പറഞ്ഞു. അപ്പോഴും പ്രാധാന്യം ആർക്കാ? ഫോക്കസ് ആർക്കാ? അള്ളാഹുവിനാണ്. അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ഇലാഹിനെയും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയില്ല എന്ന് അവർ പറഞ്ഞു. അപ്പം ആ ഒരു പറഞ്ഞു ലഖദ് ഖുൽനാ, അങ്ങനെ ഞങ്ങൾ ചെയ്താൽ ശതത എന്ന് പറഞ്ഞാല് അബദ്ധം, വിഡ്ഢിത്തരം, നോൺസെൻസ്, സംതിങ് ഇമ്പോസിബിൾ, അങ്ങനെ ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഒരു അബദ്ധം ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്താൽ ലഖദ് ഖുൽനാ ഇദൻ ശതത, ഞങ്ങൾ പറയുന്നത് അബദ്ധമായി പോകും, വിഡ്ഢിത്തരമായി പോകും എന്നാണ് അവർ പറഞ്ഞത്. ശതത്ത് എന്ന് പറഞ്ഞാൽ ഒരു മസ്തറായിട്ടാണ് അവിടെ പ്രയോഗിച്ചുള്ളത്, ഒരു ഐഡിയ ആണ്. അവർ പറയുന്നത് ഞങ്ങൾ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു സംഗതി പറയില്ല എന്നല്ല അവർ പറയുന്നത്, മറിച്ച് ഞങ്ങൾ പറയുന്നത് മുഴുവൻ സ്റ്റുപ്പിഡിറ്റി ആയി പോവും എന്നാണ്. മനസ്സിലാ? അതായത് അങ്ങനെ ഒരു അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ഇലാഹിനെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ എന്തായി പോവും? വിഡ്ഢിത്തരമായി പോവും, അബദ്ധമായി പോവും. അങ്ങനത്തെ ഒരു അബദ്ധത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും ചെന്ന് പെടുകയില്ല എന്നതാണ് അവര് വളരെ പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, അതാണിപ്പം ഇതിന്റെ ഒരു ചെറിയ വിശദീകരണം. അപ്പം ഇത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവർ പറഞ്ഞത്. ചരിത്രത്തിന്റെ പിന്നെ ഓരോ ഘട്ടത്തിലും അള്ളാഹു ഈ ഇവരെ കുറിച്ച് വളരെ സുപ്രധാനമായ ഒരു രേഖപ്പെടുത്തലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ്, സംശയങ്ങൾ ഉണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ മർഹൂമ വജഅൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم اجعله لنا دليلنا إلى جناتك جنات النعيم. اللهم اجعل القرآن شفيعا لنا يوم القيامة. اللهم آنس بالقرآن وحشتنا في القبور. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليه. السلام عليكم ورحمة الله وبركاته. ഞാനത് തുടക്കത്തിൽ ചോദിച്ചവരോട് ഉമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ.
ഭേദമുണ്ട്, പക്ഷെ ചെറിയ പ്രയാസങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇനിയും ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തോട് കൂടിയിട്ടുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. കൂടുതൽ നന്മ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.